ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. അപ്പൊ നമുക്ക് ഇന്ന് കൊമേഴ്സിന്റെ എടുക്കാനുള്ളത് 5ാമത്തെ ചാപ്റ്ററിൽ കുറച്ച് നമുക്ക് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ 4ാമത്തെ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൽ നമ്മള് ഇനി നമുക്ക് പറയാനുള്ളത് നമ്മള് ബ്ലോക്ക് 2 ഈ പേയ്മെന്റ് സിസ്റ്റങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പേയ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഓൺലൈൻ പേയ്മെന്റ് തന്നെ പലതരം ട്രാൻസാക്ഷൻസ് നടക്കുന്നത് എങ്ങനെയൊക്കെയാണ്, ഈ കൺവെൻഷണൽ പേയ്മെന്റ് പ്ലാനിന്റെയും ഈ പേയ്മെന്റ് പ്ലാനിന്റെയും ഒക്കെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേയ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ ബ്ലോക്ക് 2 പഠിച്ചത്. അപ്പോ ഈ ചാപ്റ്ററിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പേയ്മെന്റ് ഗേറ്റ്വേകളെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് പേയ്മെന്റ് ഗേറ്റ്വേയുടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് CC Avenues mobile SDKs facilitate smooth and easy integration of payments. അതായത് പേയ്മെന്റുകളുടെ ഇന്റഗ്രേഷൻ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പേയ്മെന്റുകളുടെ ഇന്റഗ്രേഷൻ സാധിക്കുന്നു ഡയറക്ട്ലി ഇൻ ടു iOS. അപ്പൊ iOS പ്ലാറ്റ്ഫോം, ആൻഡ്രോയിഡ് അല്ലെങ്കിൽ വിൻഡോസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ വഴി നമുക്ക് CC Avenueലെ ഒരു SDK ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ Bank of America, BAC and JP Morgan have sophisticated payment gateway systems that offer to customers along with their own merchant acquiring bank services. അതുപോലെ അവരവരുടെ തന്നെ ബാങ്കുകളുമായിട്ടുള്ള സിങ്ക് പ്രകാരമുള്ള ബാങ്ക് സർവീസസ് നടത്താൻ പറ്റും. ഇപ്പൊ നമ്മൾ ഗൂഗിൾ പേ ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ഓരോരോ ബാങ്കുകളുമായിട്ട് SBI എന്നുള്ളതാണ് ഇപ്പൊ, അല്ലെങ്കിൽ അറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നൊക്കെയുള്ള ചില ട്രാൻസാക്ഷൻസ് ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ശരിക്കും വരുന്നത്. അപ്പോ സ്നാപ്ഡീൽ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഫ്രീ ഓഫ് ചാർജ് ഹാസ് ടൈഡ് അപ്പ് വിത്ത് CC Avenue. അപ്പൊ അതിനകത്ത് ഫ്രീ ചാർജ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്, ഫ്രീ ചാർജുകള്, സ്നാപ്ഡീലിന്റെ പേയ്മെന്റുകള്, ഡിജിറ്റൽ പേയ്മെന്റുകള് ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ പേസിപ്പി എയർലിയർ നടന്നിരിക്കുന്ന നമ്മുടെ ട്രാൻസാക്ഷൻസ്, അതിന്റെ CC Avenue, അതിന്റെ PU, അങ്ങനെ ഫ്ലിപ്കാർട്ട്. ആമസോൺ പേയിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വളരെ ഈസി ആയിട്ടുള്ള പേയ്മെന്റ് മെത്തേഡാണ് ആമസോൺ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഗൂഗിൾ പേ വഴിയോ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ എന്തായാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെപ്സ് റിഗാർഡിംഗ് ഫംഗ്ഷനിങ് ഓഫ് എ പേയ്മെന്റ് ഗേറ്റ്വേ. അപ്പോ നമ്മൾക്ക് ഒരു പേയ്മെന്റ് ഗേറ്റ്വേയുടെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ചുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് വേണ്ടത് ഇപ്പൊ ഒരു കളക്ഷൻ ഏജന്റ് പോലെ നമുക്കൊരു കളക്ഷൻ the 4 steps in payment gateway process are collection. നമുക്ക് ഉള്ള കളക്ഷനുകൾ, the 4 steps in the payment gateway processes are collection, authentication, authorization and settlement. ആദ്യം നമുക്ക് കളക്ഷൻ, പൈസയുടെ കളക്ഷൻ. ദെൻ നമുക്ക് വരുന്നത് എന്താണ്? ഓതന്റിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഓതറൈസേഷൻ കഴിഞ്ഞാൽ സെറ്റിൽമെന്റ്. അപ്പൊ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ചൂസസ് ദ പ്രൊഡക്റ്റ് സർവീസ് ദെൻ എൻറ്റേഴ്സ് ദെയർ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഓൺ ടു പേയ്മെന്റ് പേജ്. കസ്റ്റമർ അവരുടെ പേയ്മെന്റ് പേജ് ചൂസ് ചെയ്യുന്നു, എന്നിട്ട് അതിനുശേഷം ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അവരുടെ പേയ്മെന്റ് പേജിലേക്ക് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് എത്തുന്നത്. ആ ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പേ ചെയ്യുന്നത്. പേയ്മെന്റ് ഗേറ്റ്വേയിൽ ഓതന്റിക്കേഷൻ കഴിഞ്ഞിട്ട് പേയ്മെന്റ് ഗേറ്റ്വേ ദെൻ ടെക്സ് ഇൻ ടു ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ സ്വീകരിക്കും. ഈ ഇൻഫർമേഷൻ സ്വീകരിച്ചിട്ട് ആൻഡ് സെൻഡിങ് ഇറ്റ് വിയ ഷീൽഡഡ് ലിങ്ക്. ഒരു ഷീൽഡഡ് ലിങ്ക് ഉണ്ടായിരിക്കും. കാരണം ആ ഷീൽഡിലാണ് അറിയാൻ പറ്റുന്നത് കറക്റ്റ് ആയിട്ട് എക്സാക്ട് ആയിട്ട് ഇത് പേയ്മെന്റിന്റെ കറക്റ്റ് ഷീൽഡ് ആണോ, ഈ കറക്റ്റ് ആളാണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി ഇപ്പൊ നമുക്കൊരു ഇത് ഇലക്ട്രോണിക് ഉപകരണം വെച്ചിരിക്കുന്ന പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ടാവും. ലിങ്ക് ഇൻ ടു ബിസിനസ് ടു ബാങ്ക്. ആ ബിസിനസിന്റെ ബാങ്കുമായിട്ട് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ഷീൽഡ് ഉണ്ടായിരിക്കും. ഓതറൈസേഷൻ, മൂന്നാമത്തെ സ്റ്റെപ്പ് ഓതറൈസേഷൻ. ഓൾ ദിസ് പോയിന്റ് യു വിൽ നോൺ ദാറ്റ് ദ സെയിൽ ഹാസ് ബീൻ അപ്രൂവ്ഡ് ആൻഡ് യു ക്യാൻ ഡെലിവർ ദ ഓർഡേഡ് പ്രൊഡക്ട്സ് ഓഫ് സർവീസസ്. അപ്പൊ നമുക്ക് ഓതറൈസേഷൻ കിട്ടി. ഓതറൈസേഷൻ നമുക്ക് ആഗ്രഹിച്ചത് ഡെലിവർ ചെയ്യാം, സാധനങ്ങൾ മേടിക്കാം എന്നൊക്കെ ഉള്ളത് കിട്ടി. Then settlement. At last the transaction data is verified by your bank. നമുക്ക് ഏറ്റവും അവസാനം ട്രാൻസാക്ഷൻ ബാങ്ക് തന്നെ നമ്മൾ പേ ചെയ്യാൻ നേരത്ത് QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നോക്കും ഈ പൈസ
ഈ ട്രാൻസാക്ഷൻ നടക്കട്ടെ, പൈസ തിരിച്ചു കിട്ടട്ടെ എന്നുള്ളത് ബാങ്ക് തന്നെ വെരിഫൈ ചെയ്ത് നോക്കും. എന്നിട്ട് ദെൻ എന്ത് ചെയ്യും, യുവർ ബാങ്ക് ആൻഡ് ദ മണി ഫ്രം ദ സെയിൽ ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു യുവർ അക്കൗണ്ട്. എന്നിട്ടാണ് പിന്നെ അത് എന്ത് ചെയ്യാ, സെറ്റിൽമെന്റ്, ഫൈനൽ സെറ്റിൽമെന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി സ്റ്റെപ്സ് ഷോയിങ് എ ടിപ്പിക്കൽ ഇ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു പടം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഈ കസ്റ്റമർ, അതായത് നമുക്കൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു സാധാരണ ഈ പേയ്മെന്റ് രീതിയാണ് പറയുന്നത്. ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഈ പേയ്മെന്റ് സിസ്റ്റം രീതി എന്താണ്? The customer places your order and click submit or checkout button. അപ്പോ കസ്റ്റമർ ഈ ഓർഡർ കൊടുക്കുന്നു, എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ അല്ലെങ്കിൽ ചെക്ക്ഔട്ട് ബട്ടൺ കൊടുക്കുന്നു. എന്താ പറയുന്നത്, കസ്റ്റമർ ഈ ഒരു ഓർഡർ, അവരവരുടെ ഓർഡർ എന്താണ്, ഇപ്പൊ മീഷോന്നോ മിന്ത്രയെന്നൊക്കെ നമ്മൾ ഒരു സാധനം, ഒരു സാരി വാങ്ങുന്നു. എന്നിട്ട് ആ സാരി വാങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സാരിക്ക് വേണ്ടി പേ ചെയ്യുന്നു. ഈ സാരിക്ക് വേണ്ടി പേ ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ, ചെക്ക്ഔട്ട് ബട്ടൺ എന്നൊക്കെ ഉള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ e-commerce website takes the customer to the payment gate where she enters all the card details. അത് കഴിഞ്ഞ് ഈ കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മളെ ആ ഒരു പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കും. ഇപ്പൊ വീണ എന്നുള്ളതാണെങ്കിൽ വീണ ജി കൃഷ്ണൻ, ഇത്രയാണ് കാർഡ് നമ്പർ, ഇത്രയാണ് പേയ്മെന്റ് എന്നൊക്കെ ഉള്ളത് അവിടെ കൊടുക്കും. ആഫ്റ്റർ ദാറ്റ് ദ ഗേറ്റ്വേ ടേക്സ് ദ കസ്റ്റമർ ടു ദ പേജ് ഓഫ് ദ ഇഷ്യൂയിങ് ബാങ്ക്. അത് കഴിഞ്ഞ് ഗേറ്റ്വേ അവരെ ഇഷ്യൂയിങ് ബാങ്കിന്റെ പേജിലേക്ക് കൊണ്ടുപോകും, അവിടെ ഇഷ്യൂ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കസ്റ്റമർ പ്ലേസസ് ഹിസ് ഓർ ഹെർ ഓർഡർ ആൻഡ് ദെൻ പ്രസസ് ദ സബ്മിറ്റ് ഓർ ചെക്ക്ഔട്ട് ബട്ടൺ ഓർ ഇറ്റ്സ് കറസ്പോണ്ടിങ് ബട്ടൺ ഓൺ ദ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ കയറി ക്ലിക്ക് ചെയ്യുക. ഇ കൊമേഴ്സ് വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം ടേക്സ് ദ കസ്റ്റമർ ടു എ പേയ്മെന്റ് ഗേറ്റ്വേ. അവിടെ എന്താണ് സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ അവൾ കൊടുക്കും അബൌട്ട് ദ ബാങ്ക് ആൻഡ് ദ കാർഡ് ആൻഡ് യൂസിങ് ടു പേ ദാറ്റ് the PG then take the user straight forward to the page of the issuing bank. ആ ഇഷ്യൂയിങ് ബാങ്കിലേക്ക് കൊടുക്കും ആ ഇൻഫർമേഷൻ. ദെൻ 3D സെക്യൂർ പേജ്, ഒരു 3D സെക്യൂർ പേജിൽ എന്ത് സംഭവിക്കുന്നു, ആസ്കിങ് ഫോർ ദ ട്രാൻസാക്ഷൻ ടു സർട്ടിഫൈഡ്. ഈ ട്രാൻസാക്ഷൻ സർട്ടിഫൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ അവിടെ വരുന്നു. അപ്പോ സ്റ്റെപ്പ് 3 എന്താണ്, ബാങ്ക് ചെക്ക് ദ വെദർ ദ കൺസ്യൂമർ ഹാസ് അഡ്വക്കേറ്റ് ബാലൻസ് ഇൻ ദ അക്കൗണ്ട്. അപ്പൊ ബാങ്ക് നോക്കും അക്കൗണ്ടിൽ പൈസ ഉണ്ടോ കൊടുക്കാനായിട്ട് എന്ന് നോക്കും. ദ പേയ്മെന്റ് ഗേറ്റ്വേ സെൻസ് എ ബസ് ടു ദ മർച്ചന്റ് അക്കോർഡിംഗ്ലി. അതുപോലെ തന്നെ ഈ ഒരു പേയ്മെന്റ് ഗേറ്റ്വേയിൽ നിന്ന് ഒരു ബസ് മർച്ചന്റിന് അക്കോർഡിംഗ്ലി കൊടുക്കും. ഇഫ് ദ റിപ്ലൈ ഫ്രം ദ ബാങ്ക് ഇസ് എ നോ, ദെൻ ദ മർച്ചന്റ് കോൺസിക്വന്റ്ലി സെൻസ് ആൻ എറർ മെസ്സേജ്. അപ്പൊ എന്ത് സംഭവിക്കും, ഇത് നോ ആണെങ്കിൽ ഒരു എറർ മെസ്സേജ് വരും. And the subject matter with the card or the bank account. If the reply is a yes from the bank portal, then the merchant seeks the transaction from the bank. അപ്പൊ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചെന്നിട്ട് ബാങ്കിന് പോർട്ടലിൽ നിന്ന് എസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങുകയുള്ളൂ. The bank reconcile the funds with the payment gateway, which in lieu reconcile the money with the merchant. അപ്പൊ ബാങ്ക് വീണ്ടും ഫണ്ട് പേയ്മെന്റ് ഗേറ്റുമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ലാസ്റ്റ് മർച്ചന്റിന് ഈ പൈസ ട്രാൻസാക്ഷൻ നടത്തണോ കച്ചവടം നടക്കണോ എന്നുള്ളത് നോക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് അതിനകത്ത് എന്ത് സ്റ്റെപ്സ് റിഗാർഡിംഗ് ഫങ്ഷനിങ് ഓഫ് എ പേയ്മെന്റ് ഗേറ്റ്വേ. അത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്, ടൈപ്സ് ഓഫ് പേയ്മെന്റ് ഗേറ്റ്വേസ്, ഹോസ്റ്റഡ് പേയ്മെന്റ് ഗേറ്റ്വേസിന്റെ, അതായത് നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന പേയ്മെന്റ് ഗേറ്റ്വേകൾ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്. എ ഹോസ്റ്റഡ് പേയ്മെന്റ് ഗേറ്റ്വേ ആക്ട്സ് ആസ് എ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടിയെ പോലെ ആക്ട് ചെയ്യും. ഇറ്റ് റിക്വയർസ് ദ കസ്റ്റമേഴ്സ് ടു ലീവ് ദ മർച്ചന്റ് വെബ്സൈറ്റ്. അപ്പൊ ഒരു പർച്ചേസ് എത്രത്തോളം പൂർത്തിയാക്കാതെ പുറത്തേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആ പർച്ചേസ് പൂർത്തിയാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. Then when the data is sent for the transaction, the customer is redirected back to the merchant's web page. അപ്പൊ നമ്മൾ ഇതിന് എക്സാമ്പിൾ ആണ് പേപാൽ എന്ന് പറയുന്നത്. പേപാൽ, ഫോൺ പേ, ഗൂഗിൾ പേ എന്നൊക്കെ പറയുന്നത് കുറെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മുടെ. അപ്പൊ ഓൾ പേയ്മെന്റ് പ്രോസസിംഗ് ഈസ് ടേക്കൺ ബൈ ദ സർവീസ് പ്രൊവൈഡർ. എല്ലാ പേയ്മെന്റ് പ്രോസസിങ്ങുകളും സർവീസ് പ്രൊവൈഡറിന്റെ എന്നെടുക്കുന്ന പ്രോകളാണ്. ക്ലയന്റ് കാർഡ് ഡാറ്റ ഈസ് ഓൾസോ സ്റ്റോർഡ് ബൈ ദ വെൻഡർ. ക്ലയന്റിന്റെ കാർഡ് ഡാറ്റ എന്ന് പറയുന്നത് വെൻഡറുമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ഇപ്പൊ എന്റെ കാർഡ് എന്ന് പറയുന്നത് എന്റെ പേരുള്ളതായിരിക്കും. അതിന് ഇതായിട്ട് നോമിനി ആയിട്ട് വെച്ചിരിക്കുന്നത് ഇപ്പൊ മിസ്സിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ നോമിനി എന്ന് പറയുന്നത് ആദ്യം മിസ്സിന്റെ അച്ഛന്റെ പേരായിരുന്നു. പിന്നെ ലോക്കർ അക്കൗണ്ടിന്റെ നോമിനി എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ പേരാണ്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്.
അപ്പൊ നമ്മള് അങ്ങനത്തെ ചില ബാങ്കുമായിട്ട് മെർച്ചന്റ് പേജുമായിട്ട് റീഡയറക്റ്റഡ് ആണ്. പേപ്പൽ ഒരു എക്സാമ്പിൾ ആണ്. ഓൾ പേയ്മെന്റ് പ്രോസസിംഗ് ഇസ് ടേക്കൺ ബൈ ദ സർവീസ് പ്രൊവൈഡർ. നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പ്രോസിൽ നോക്കുന്നത്. പ്രോ അതിൽ ഒന്നാമത്തെ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നതിന്റെ പ്രോസസിംഗ് അതിന്റെ സർവീസ് പ്രൊവൈഡർ തന്നെയാണ് ടേക്കൺ കെയർ നടത്തുന്നത്. അത് നമുക്കൊന്നും മാറ്റാനില്ല. അത് ഏറ്റവും നല്ലൊരു ഗുണമാണ്. ക്ലയന്റ് കാർഡ് ഡാറ്റ ഈസ് ഓൾസോ സ്റ്റോർഡ് ബൈ ദ വെണ്ടർ. അതുപോലെ തന്നെ ഈ മെയിൻ ആയിട്ടുള്ള ആള് ഇപ്പൊ ജനിച്ചു വരുമ്പോൾ ഒരു കൊച്ചിനിടുന്ന പേര് എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് ഫിക്സ്ഡ് ആണ്. ദെൻ അപ്പൊ അത് ക്ലയന്റ് കാർഡിന്റെ ഡാറ്റയും ഓൾസോ വെണ്ടർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സോ യൂസിങ് എ ഹോസ്റ്റഡ് ഗേറ്റ് വേ റിക്വയർസ് നോ PCI കംപ്ലയൻസ്. അപ്പൊ ആ സമയത്ത് നമുക്ക് വേറെ ഒരു തേർഡ് പാർട്ടി അറ്റാച്ച്മെന്റ് ആ സമയത്ത് കോംപ്ലയൻസ് ആവശ്യമില്ല. ആൻഡ് ഓഫേഴ്സ് പ്രറ്റി ഈസി ഇന്റഗ്രേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് എടുക്കുക എന്നുള്ളത് സാധിക്കുന്നതാണ്. അപ്പൊ മോസ്റ്റ് യൂസേഴ്സ് ആർ ഫെമിലിയർ വിത്ത് ദിസ് ടൈപ്പ് ഓഫ് പേയ്മെന്റ്. ഇപ്പൊ എല്ലാ ആൾക്കാർക്കും ഗൂഗിൾ പേ, ജിപേ, ഗൂഗിൾ പേ തന്നെയാണ് ജിപേ, പിന്നെ അതല്ലാതെ ഫോൺ പേ, പേപ്പൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കിട്ടും. ഇറ്റ് ഈസ് ഓൾസോ കസ്റ്റമൈസബിൾ. ഇത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓരോ ആളുകൾക്ക് പേ ചെയ്യുന്ന സമയത്ത് അവരുടെ QR കോഡ് സ്കാൻ ചെയ്ത്, ആ കടകളുടെ QR കോഡ് സ്കാൻ ചെയ്ത്, ഫോൺ പേ സ്കാൻ ചെയ്ത് ഒക്കെ നമുക്ക് പൈസ പേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സെൽഫ് ഹോസ്റ്റഡ് പേയ്മെന്റ് ഗേറ്റ്വേസ്. അപ്പൊ സെൽഫ് ഹോസ്റ്റഡ് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ്, ഈ ടൈപ്പിലാണെങ്കിൽ കസ്റ്റമേഴ്സ് പേയ്മെന്റ് ഡീറ്റെയിൽസ് ആർ കളക്ടഡ് ഓൺ ദ മെർച്ചന്റ് വെബ്സൈറ്റ്. കസ്റ്റമറിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽ മെർച്ചന്റിന്റെ വെബ്സൈറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ദ കളക്ടഡ് ഡാറ്റ ഇസ് സെൻഡ് ടു ദ പേയ്മെന്റ് ഗേറ്റ്വേസ് URL. പേയ്മെന്റ് ഗേറ്റ്വേയുടെ URL-ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സം ഗേറ്റ്വേസ് റിക്വയർ ദ പേയ്മെന്റ് data be provided in a specific format and some require a hash key or secret key. ചിലതിന് നമുക്കൊരു ഹാഷ് കീ കൊടുക്കണം, ചിലതിന് ഒരു സീക്രട്ട് കീ പാസ്വേഡ് ആയിരിക്കും നമുക്ക് മാത്രം അറിയുന്നതായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എക്സാമ്പിൾസ് ഓഫ് ദീസ് ഗേറ്റ്വേസ് ഇൻക്ലൂഡ് ക്വിക്ക് ബുക്സ്, കൊമേഴ്സസ്, B2B പേയ്മെന്റ്സ്, അതായത് ബിസിനസ് ടു ബിസിനസ് പേയ്മെന്റ്സ്, കൊമേഴ്സിന്റെ വലിയൊരു ട്രാൻസാക്ഷൻ ഫോർമാറ്റ് ആണ് അത്. ആൻഡ് ഷോപ്പിഫൈ പേയ്മെന്റ്സ്, ബോത്ത് ആർ പവേർഡ് ബൈ സ്ട്രൈപ്പ്. ഇത് രണ്ടും സ്ട്രൈപ്പ് വഴിയാണ് പവർ ചെയ്ത് വച്ചിട്ടുള്ളത്. ഇനി സെൽഫ് ഹോസ്റ്റഡിന്റെ തന്നെ പ്രോസ് എന്തൊക്കെയാണ്? നമ്മൾ സെൽഫ് ആയിട്ടുള്ള ഹോസ്റ്റ് ആണെങ്കിൽ അതിന്റെ പേയ്മെന്റ് ഗേറ്റ്വേയുടെ പ്രോസ്. The entire transaction is completed in one place. ഒരു സ്ഥലത്ത് തന്നെ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. And the merchant has control over the payment journey. ആ പേയ്മെന്റ് ജേണിയിൽ അതിന്റെ വ്യാപാരിക്ക് എന്തുണ്ടായിരിക്കും? തികഞ്ഞ നിയന്ത്രണം ഉണ്ടായിരിക്കും. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ പ്രോസ് അവിടെ അറിയായിരിക്കും. Then cons പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ സപ്പോർട്ട് ദാറ്റ് യു ക്യാൻ റിലേ ഓൺ ഇഫ് ദ സിസ്റ്റം ഫെയിൽസ്. അവിടെ ചേർന്നാല് നോൺ ടെക്നിക്കലായ സപ്പോർട്ട് നമുക്ക് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ട് യു ക്യാൻ റിലേ ഓൺ, നമുക്ക് വിശ്വസിക്കാമോ എന്നുള്ളതില് ഓൺ ഇഫ് ദ സിസ്റ്റം ഫെയിൽസ്. ആ സിസ്റ്റം ഫെയിൽ ചെയ്യുകയാണെങ്കിൽ അത് കോൺസിക്വൻസസ് ഉണ്ടാവും. ഒരു ടെക്നിക്കൽ സപ്പോർട്ട് അവിടെ ഇല്ലാതെയാവും. ദെൻ API ഹോസ്റ്റഡ് പേയ്മെന്റ് ഗേറ്റ്വേസ്. API ഹോസ്റ്റഡ് പേയ്മെന്റ് ഗേറ്റ്വേസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് പേയ്മെന്റ് ആർ പ്രോസസ്ഡ് യൂസിങ് ആൻ API. കസ്റ്റമറിന്റെ പേയ്മെന്റുകൾ എന്ന് പറയുന്നത് പ്രോസസ് ചെയ്തിരിക്കുന്നത് യൂസിങ് ആൻ API ആണ്. ഒരു API യൂസ് ചെയ്തിട്ടാണ് കസ്റ്റമറിന്റെ പേയ്മെന്റ് ആർ പ്രോസസ്ഡ്. കസ്റ്റമറിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് API ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഓർ HTTP queries after customers enter their card details on the merchant's checkout page. അപ്പൊ HTTPS എന്ന് പറഞ്ഞാൽ queries after കസ്റ്റമേഴ്സിന് ശേഷമുള്ള HTTPS എൻ്റർ ദെയർ കാർഡ് ഡീറ്റെയിൽസ്. അവരവരുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു ചെക്കൗട്ടിന് വേണ്ടിയിട്ട് ആ പേജിൽ. ഇതിന്റെ പ്രോസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് കസ്റ്റമൈസബിൾ ആൻഡ് ഓഫേഴ്സ് ഫുൾ കൺട്രോൾ ഓവർ ദ കസ്റ്റമർ എക്സ്പീരിയൻസ്. കസ്റ്റമർ എക്സ്പീരിയൻസിലേക്ക് ഫുൾ കൺട്രോൾ കൊടുക്കുന്നു. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് മൊബൈൽ ഡിവൈസസ് ആൻഡ് ടാബ്ലറ്റ്. നമുക്ക് മൊബൈൽ ഡിവൈസസും ടാബ്ലറ്റ്സും ഉപയോഗിച്ച് നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്ന പോലെ എടുക്കാൻ വേണ്ടി പറ്റും. കോൺസ് മെർച്ചന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ PCI DSS compliance and purchasing SSL certification. കോൺസ് എന്ന് പറഞ്ഞാൽ മെർച്ചന്റ് റെസ്പോൺസിബിൾ ആണ് ഈ PCI ട്രാൻസാക്ഷൻസ്, DSS കോംപ്ലയൻസ് ആൻഡ് പർച്ചേസിംഗ് SSL സർട്ടിഫിക്കേഷൻസിന്.
ലോക്കൽ ബാങ്ക് ഇന്റഗ്രേഷൻ ഗേറ്റ്വേസ്. അപ്പൊ ലോക്കൽ ബാങ്ക് ഇന്റഗ്രേഷൻ ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് കേസ് ദ കസ്റ്റമർ ഈസ് റീഡയറക്റ്റഡ് ടു ദ പേയ്മെന്റ് ഗേറ്റ്വേസ് വെബ്സൈറ്റ്. അപ്പൊ ആ സമയത്ത് കസ്റ്റമർ ഗേറ്റ്വേയുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടും. വെയർ ദേ എൻ്റർ ദെയർ പേയ്മെന്റ് ഡീറ്റെയിൽസ്, എവിടെയാണ് അവരുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കൊടുത്തിരുന്നത്, ആൻഡ് കോണ്ടാക്ട് ഡീറ്റെയിൽസും. ആഫ്റ്റർ ദ പേയ്മെന്റ് ഈസ് മെയ്ഡ് ദ കസ്റ്റമർ ഈസ് റീഡയറക്റ്റഡ് ബാക്ക് ടു ദ മെർച്ചന്റ് വെബ്സൈറ്റ് വിത്ത് പേയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഡാറ്റ സെൻഡ് അപ്പോൺ റീഡയറക്ഷൻ. അപ്പൊ അവർക്ക് എന്തൊക്കെ ഡാറ്റകളാണ് നമ്മൾ കൊടുത്തത് അവിടേക്ക് റീഡയറക്ട് ചെയ്യപ്പെടും. പ്രോസ്, ഇറ്റ് ഈസ് ക്വിക്ക് ആൻഡ് ഈസി ആൻഡ് ഗുഡ് ഫോർ സ്മോൾ ബിസിനസ്സസ്. ചെറിയ ചെറിയ വ്യവസായങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ശരി ഏതാണെന്നുള്ളത് അറിയാൻ വേണ്ടി. കോൺസ്, ഇറ്റ് ഡസന്റ് എനേബിൾ റിട്ടേൺസ് ഓർ റിക്കറിംഗ്. ഒരു റിട്ടേൺ ഇല്ല ഇതിനകത്ത്, റിക്കറിംഗ് പേയ്മെന്റ്സും ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഐഡിയൽ ഫോർ ഹോൾസെയിലർ. ഹോൾസെയിലറുകൾക്ക് അത്ര നല്ലതല്ല. പിന്നെ ടൈപ്സ് ഓഫ് പേയ്മെന്റ് മെത്തേഡ്. പേയ്മെന്റ് മെത്തേഡിന്റെ ടൈപ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, ATM, കാർഡ് സർവീസസ്, ATM, ക്രെഡിറ്റ്, ഡെബിറ്റ്, പ്രീപെയ്ഡ്, മൊബൈൽ പേയ്മെന്റ്സ്, ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ്, റിമോട്ട് ഡെപ്പോസിറ്റ് ക്യാപ്ചർ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ക്രിപ്റ്റോ കറൻസി, വയർ ട്രാൻസ്ഫർ, ഐറ്റം പ്രോസസിങ്, ഫെഡ് ലൈൻ ആക്സസ് സൊല്യൂഷൻസ് ഒക്കെ. നമുക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇതിനകത്തുനിന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയുമാണ്. ഇനി റിക്വയർമെന്റ് മെട്രിക്സ് ഓഫ് എ പേയ്മെന്റ് സിസ്റ്റം. ഒരു പേയ്മെന്റ് സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ് മെട്രിക്സ് പറഞ്ഞാൽ സെക്യൂരിറ്റി. ക്രൂഷ്യൽ ഫോർ ഓൺലൈൻ പേയ്മെന്റ് ഈസ് സെക്യൂരിറ്റി. പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് മണി. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും പൈസയും ഇൻവോൾവ് ചെയ്യും. നീഡ് ടു ബി ഇൻ സേഫ് ഹാൻഡ്സ്. നമ്മൾ സേഫ് ആയിട്ടുള്ള കൈകളിൽ വേണം നമ്മുടെ പൈസ ഉണ്ടാവാനായിട്ട്, നമ്മുടെ ലൈഫ് ഉണ്ടാവാനായിട്ട്. മണി, ഇൻഫർമേഷൻ എല്ലാം സേഫ് ഹാൻഡ്സിലായിരിക്കണം. യൂസർ എക്സ്പീരിയൻസ്, ഇഫക്റ്റീവ് യൂസർ എക്സ്പീരിയൻസ് ഈസ് നീഡഡ്. അതായത് ഇഫക്റ്റീവ് ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഇൻകൺവീനിയൻസ് മീൻസ് പീപ്പിൾ വിൽ സ്റ്റോപ്പ് യൂസിങ് ഇറ്റ്. അപ്പൊ നമുക്ക് ഇൻകൺവീനിയൻസ് ആണ്. ഇപ്പൊ കൊള്ളില്ലാത്ത മിസ് എസ്കുങ് എന്ന് പറഞ്ഞ് വെളുക്കാൻ വേണ്ടി ഒരു ക്രീം വാങ്ങിച്ചു. അത് നമുക്ക് വെളുത്തിട്ട് പാറാന്നൊക്കെ പറഞ്ഞ് കുറെ ക്രീമുകൾ ഇറങ്ങിയായിരുന്നു. അപ്പൊ മിസ് കണ്ണൂർ ആ സ്ഥലത്ത് നിന്ന് ഒരു 2000 രൂപയോളം കൊടുത്ത് ഒരു ക്രീം വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ ആളുകൾക്ക് എന്താ പാണ്ട് അങ്ങനെയൊക്കെ വരുന്നതായിട്ടും ഇങ്ങനെയുള്ള ക്രീമുകൾ പലതരത്തിൽ ഇറങ്ങുന്നതായിട്ടൊക്കെ മിസ് അതിനെക്കുറിച്ച് ന്യൂസ് വായിച്ചപ്പോൾ മിസ് ആ ക്രീം ഉപയോഗിക്കൽ നിർത്തി. ആ പൈസ അവർ ഇതുവരെ റിട്ടേൺ ചെയ്തിട്ടില്ല. മിസ് പ്രൊഡക്റ്റും റിട്ടേൺ ചെയ്തിട്ടില്ല. പ്രൊഡക്റ്റ് മിസ്സിന്റെ കയ്യിൽ ഉണ്ട്, തെളിവായിട്ട് ഇരിപ്പുണ്ട്. അപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് എസ്കിങ് എന്നാണ്. അപ്പൊ നമ്മൾ ഈ യൂസറിന്റെ എക്സ്പീരിയൻസ് ഇതുപോലത്തുള്ള ഇൻകൺവീനിയൻസ് വരുമ്പോൾ ആൾക്കാർ വിൽ സ്റ്റോപ്പ് യൂസിങ് സച്ച് പ്രോഡക്ട്സ്. ഇറ്റ് മസ്റ്റ് ബി ഈസി ആൻഡ് കൺവീനിയന്റ് യൂസ്. അപ്പൊ ആളുകൾക്ക് എളുപ്പത്തിൽ വിശ്വസിക്കാവുന്നതും, ഇപ്പൊ ആമസോണിൽ തന്നെ പല പല ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് കൊടുത്താൽ നമുക്ക് ഏത് വേണം. അപ്പൊ ബോട്ടിന്റെ ഹെഡ്സെറ്റ് മേടിച്ചു. മിസ്സിന് ചെവിക്ക് ചില പ്രശ്നങ്ങൾ, കേൾവിക്ക് വേണ്ടി തകരാറ്, ചെറുതായിട്ടൊക്കെ വേദനകളൊക്കെ സമയത്ത് വന്നു. അപ്പൊ അതിനുശേഷം ആശുപത്രിയിലൊക്കെ കാണിക്കേണ്ട വന്നു. അപ്പൊ സാറ് ഒരുപാട് കോളേജിൽ നിന്നൊക്കെ ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മെർഫിമിസ് ഒക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് ഇൻകൺവീനിയൻസിനോട് തുടർന്ന് നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നിർത്തി. നമ്മൾ റിട്ടേൺ കൊടുത്ത് വേറെ മേടിച്ച് 2 തവണ യൂസ് ഒക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്തത് ഇൻകൺവീനിയന്റ് ആണെന്ന് പറഞ്ഞ് നോ പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ കൊമേഴ്സിൽ നമ്മൾ എങ്ങനെ വാങ്ങിച്ചതാണെങ്കിലും നമുക്ക് വേണ്ടാത്ത റിട്ടേൺ ചെയ്യാനുള്ള പോളിസീസ് ഉണ്ട്. ദെൻ ഫങ്ഷണൽ ടെസ്റ്റിംഗ് കോംപ്രൈസസ് ഓഫ് ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗ്. ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ കൊള്ളില്ല, തിരിച്ചു കൊടുക്കുക. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഓർഗനൈസേഷൻസ് ആർ പ്രൊവൈഡിങ് എൻഡ് ടു എൻഡ് ടെസ്റ്റ് കവറേജ്. അപ്പൊ നമുക്ക് എൻഡ് ടു എൻഡ് ടെസ്റ്റ് കവറേജ് നോക്കുന്നു. റേഞ്ചിങ് റൈറ്റ് ഫ്രം ദ റിക്വയർമെന്റ്സ്, ആ റിക്വയർമെന്റ്സിൽ നിന്ന് തന്നെ നോക്കുന്നു. ഗ്യാതറിംഗ് സ്റ്റേജ്, എവിടെ നിന്നാണ് നമ്മൾ ഇതെല്ലാം ഗ്യാദർ ചെയ്തെടുത്തത് ആ സ്റ്റേജിൽ കൊണ്ടുവന്ന് എൻഷുർ ചെയ്യുന്നു. ദ ഡിഫക്റ്റ് റേറ്റ് ആർ റെഡ്യൂസ്, അങ്ങനെ ഡിഫക്റ്റ് എന്നുള്ളത് റെഡ്യൂസ് ചെയ്ത് എടുക്കുന്നു. പെർഫോമൻസ് ടെസ്റ്റിംഗ് ഈസ് ക്രൂഷ്യൽ. അതുപോലെ നമുക്ക് ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ആണെങ്കിലും ഇലക്ട്രോണിക് കൊമേഴ്സിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് ക്രൂഷ്യൽ ആണ്. ഇറ്റ് ഷുഡ് സെർവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ആ ലക്ഷ്യങ്ങൾ സെർവ് ചെയ്യാൻ പറ്റുന്നതാണോ, ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ബി ഏബിൾ ടു അപ്രോപ്രിയേറ്റ്ലി ഡിറ്റർമൈൻ ദ ഫൈനസ്റ്റ് അപ്രോച്ച്. നമ്മുടെ ഫൈൻ ആയിട്ടുള്ള ലാസ്റ്റ് അപ്രോച്ച് എത്തുന്നത് വരെ നമ്മൾ ഈ ബെസ്റ്റ് മെത്തഡോളജി കൊടുത്ത് ബെറ്റർ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്ത് സബ്സിക്വന്റ് വാലിഡേഷൻ കൊടുക്കണം. ഡാറ്റ ഇന്റഗ്രിറ്റി, അതുപോലെ ഡാറ്റ ഇന്റഗ്രിറ്റി ഇറ്റ് ഷുഡ് നോട്ട് കോംപ്രമൈസ് ദ ഡാറ്റ ഇന്റഗ്രിറ്റി. ഡാറ്റയുടെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതർവൈസ് ഇറ്റ് വിൽ ഹാവ് ഡിസാസ്ട്രസ് കോൺസിക്വൻസസ്. എന്ത് സംഭവിക്കും, അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ വേദനിക്കാവുന്ന നാശങ്ങൾ സംഭവിക്കുന്ന ഡിസാസ്ട്രസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് ഫ്രോഡ് കാണിക്കുമ്പോൾ 30% കൂടുതലായി വരുന്നുണ്ട്. ദർ ഇസ് എ റിസ്ക് ഓഫ് സെൻസിറ്റീവ് ഡാറ്റ ബ്രീച്ച് വിച്ച് മേ കോസ് ഐഡന്റിറ്റി തെഫ്റ്റ്. ആളുകളുടെ ഐഡന്റിറ്റി ഉൾപ്പെടെ ഉള്ളത് മോഷ്ടിക്കുന്നതിനുള്ള തെഫ്റ്റ് റിസ്ക് കൂടുതലായി വരുന്നതായിട്ട് നമുക്ക് ഇ കൊമേഴ്സിൽ കാണുന്നുണ്ട്.
ഇത്രയാണ് 5ാമത്തെ ചാപ്റ്ററിലുള്ളത്. വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മിസ്സിന് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. 6ാമത്തെ ചാപ്റ്റർ ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ്. Electronic banking uses an electronic medium to help users get access to their funds. ആളുകൾക്ക് അവരുടെ ആക്സസ് കിട്ടാനായിട്ട്, ഫണ്ടിന്റെ ആക്സസ് കിട്ടാനായിട്ട് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആൾക്കാര് എന്താ പറയാ, നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ പേരിൽ എടുക്കുന്നു. ഇറ്റ് ഡസ് നോട്ട് നീഡ് ദ കസ്റ്റമേഴ്സ് ടു വിസിറ്റ് ദ ബാങ്ക് ടു ഡു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ചില സമയത്ത് നമുക്ക് ആ ബാങ്കിന്റെ തന്നെ ആപ്പ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാങ്കിൽ നേരിട്ട് പോവേണ്ടി വരാറില്ല. There are many different types of e-banking services which the customers can use for various bank transactions. നമുക്ക് various bank transactionsന്, പല ബാങ്ക് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ബാങ്കിങ് സർവീസസ് ഉപയോഗിക്കാം. ഇലക്ട്രോണിക് ബാങ്ക് സിസ്റ്റം, ഇപ്പൊ മിറർ പ്ലസ് ഒക്കെയാണ് മിസ് ഉപയോഗിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ സഹായത്തോടെ എ കസ്റ്റമർ ക്യാൻ ട്രാൻസ്ഫർ ഫണ്ട് ടു അനദർ ബാങ്ക് അക്കൗണ്ട്. ഈ ബാങ്കിൽ നിന്ന് ഫെഡറൽ ബാങ്കിലേക്കോ HDFCയിലേക്കോ അല്ലെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തന്നെ വേറൊരു ബ്രാഞ്ചിലേക്കോ ഒക്കെ നമുക്ക് പൈസ ഇടാൻ പറ്റും. ചെക്ക് ഹെയർ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കാൻ പറ്റും. പേ യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്ത് നോക്കാൻ പറ്റും. ഡു ലേ ലോട്ട് മോർ, അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ നോ മോർ അബൌട്ട് ബാങ്കിങ് എന്നുള്ളത് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ഇനി കൺസെപ്റ്റ് ഓഫ് ബാങ്കിങ് എന്താണ്? ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ കൺസെപ്റ്റ്. ഇലക്ട്രോണിക് ബാങ്കിങ് ഇസ് കോൾഡ് ബാങ്കിങ്, വിർച്വൽ ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ് ഓർ ഇന്റർനെറ്റ് ബാങ്കിങ്. ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്നത്. വിർച്വൽ ബാങ്കിങ് ഉണ്ട്. വിർച്വൽ ബാങ്കിങ് എന്ന് പറഞ്ഞാല് നമ്മൾ പണ്ട് പറഞ്ഞില്ലേ, നമ്മൾ ഒരു ഹെൽപ്പ് ബട്ടൺ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വിർച്വൽ ആയിട്ടുള്ള ഒരു ബാങ്കിങ് നമുക്ക് തന്നെ കാണിച്ചു തരും. അപ്പൊ നമ്മൾ അതിനടുത്ത് എന്ന് പറഞ്ഞില്ലേ, മിറർ എന്ന് പറയുന്നത്, മിറർ പ്ലസ് എന്നൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ. അപ്പോ ഓൺലൈൻ ബാങ്കിങ് നമുക്ക് വിർച്വലായി അതുപോലെ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് വേറൊരാളുടെ ഗൂഗിൾ പേയിൽ പേ ചെയ്യാൻ പറ്റും. വിർച്വലി നമ്മൾ അവിടെ ചെന്ന് അവർ ടച്ച് ചെയ്ത് പൈസ കൈകൊണ്ട് കൊടുക്കുന്നില്ല. ഓൺലൈൻ ബാങ്കിങ് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ബാങ്കിലെ കാര്യങ്ങൾ, നമുക്ക് ബാങ്കിൽ പൈസ ഇടുക, നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് ചോദിക്കാം, ഇതൊക്കെ ചെയ്യാം. ഓർ ഇന്റർനെറ്റ് ബാങ്കിങ്, നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിങ്ങുകൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് ദ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ബാങ്കിങ് നടത്താം. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഇതാണ് ഇലക്ട്രോണിക് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഫോർ ഡെലിവറിങ് വേരിയസ് ബാങ്കിങ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള ബാങ്കിങ് സർവീസുകള്, പ്രോഡക്ട്സുകള്, ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ബാങ്കിങ് പ്രോഡക്ട്സ്, സർവീസ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്. ത്രൂ ബാങ്കിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എ കസ്റ്റമർ ക്യാൻ ആക്സസ് ഹിസ് അക്കൗണ്ട് ആൻഡ് കണ്ടക്ട് മെനി ട്രാൻസാക്ഷൻസ്. ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ മണി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മണി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിടാനോ, അങ്ങനത്തെ ഒരു ഫണ്ട് വേണോ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, LICയിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ, ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ. മണി മാർക്കറ്റ് അക്കൗണ്ടിൽ കൊടുക്കണമോ, പെൻഷൻ ഫണ്ടിന്, അങ്ങനെ ലോണ്, ഇങ്ങനെയുള്ള പല ലോണൊന്നും വേണ്ട, നമ്മൾ പറയുകയാണ്. അപ്പൊ നമുക്ക് മ്യൂച്വൽ ഫണ്ട്, ക്രെഡിറ്റ് പ്ലസ് സെക്യൂരിറ്റി, ഇറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇത് ബിസിനസ് നടത്തുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ്, അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബിസിനസ് നടത്തുന്നതിന്. ബാങ്കിങ് ഹാസ് റീഡിഫൈൻഡ് a banking model that had been unchanged for decades. അത് ഒരിക്കലും മാറിയിട്ടില്ല വർഷങ്ങളോളം. റിസൾട്ടിങ് ഇൻ എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക്സ്, അത് എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക്, ഇപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തന്നെ പല സ്ഥലത്തുള്ള ബ്രാഞ്ചുകളുണ്ട്. ബീയിങ് ഫോഴ്സ്ഡ് ടു ഇൻക്രീസ് ദെയർ പേസ് ഓഫ് ഡിജിറ്റൽ അഡോപ്ഷൻ ആസ് വെൽ ആസ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ദെയർ ഓവർ ഹെഡ്സ് ത്രൂ. ഒരുപാട് കോസ്റ്റ് കട്ടിങ് മെഷേഴ്സ് വരുന്നതും നമ്പർ ഓഫ് ബാങ്ക് ബ്രാഞ്ചസ് ആവശ്യമില്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാം. Banks and other financial institutions have expanded the range of services that they offer. അവരുടെ സർവീസസ് ഒരുപാട് ഓഫർ ചെയ്തിട്ടുണ്ട്. SBT, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആയിരുന്നു, അത് SBI ആക്കി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കിയിട്ടുണ്ട്. ദ സർവീസസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു, നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാക്കാം, കറണ്ട് അക്കൗണ്ട് ഉണ്ടാക്കാം. അപ്പൊ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റും. സേവിങ്സ്, FD എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടുള്ളതാണ്. പേയ്മെന്റ് സർവീസസ്, ബോറോയിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ്. Importance of e-banking. E-banking enables customers to conduct banking transactions. ഇപ്പൊ ഇലക്ട്രോണിക് ബാങ്കിങ് enables customers to conduct
ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ഈ ബാങ്കിങ് എനേബിൾസ് കസ്റ്റമർ, അതായത് കസ്റ്റമറിനെ ബാങ്കിങ് കണ്ടക്ട് ചെയ്യാനായിട്ട് ചെക്കിങ് അക്കൗണ്ട്സ്, അവർ അക്കൗണ്ട് ചെക്ക് ചെയ്യുക, ബില്ല് ഇന്റർനെറ്റിൽ ബില്ല് ചെക്ക് ചെയ്യുക, മൊബൈൽ ഫോൺ, ഹാൻഡ് കമ്പ്യൂട്ടർ, ഇതിലൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. ടെല്ലർ മെഷീൻ, അപ്പൊ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്, ക്രെഡിറ്റ് കാർഡ്, ഇലക്ട്രോണിക് ഒരു ഡിജിറ്റൽ ക്യാഷ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെയാ നടക്കണമെന്ന് നോക്കാൻ പറ്റും. ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ്. ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ദ ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റം ആർ ഇറ്റ് ഈസ് എനി ടൈം ആൻഡ് എനിവെയർ ബാങ്കിങ്. അത് എപ്പോഴും, ഇറ്റ് ഈസ് എനി ടൈം, ഏത് സമയത്തും എവിടെയും ബാങ്കിങ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എനി ടൈം ആൻഡ് എനിവെയർ ബാങ്കിങ്, ഏത് സ്ഥലത്ത് എവിടെ വെച്ചുള്ള ബാങ്കിങ് എന്നുള്ളതാണ്. അത് എന്ത് നടത്താം എന്നുള്ളത്. ഇറ്റ് ലോവേഴ്സ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, ട്രാൻസാക്ഷന്റെ കോസ്റ്റ് കുറയുന്നു, ലോവർ ചെയ്യുന്നു. ഇറ്റ് ഇൻകുൽക്കേറ്റ്സ് എ സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അതൊരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാക്കി തരുന്നു, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഇറ്റ് പ്രൊമോട്ട്സ് ട്രാൻസ്പെറൻസി, അതൊരു ട്രാൻസ്പെറൻസി പ്രൊമോട്ട് ചെയ്യുന്നു. Technology used in banking. Technology used in banking. The use of new technology in banking over the past decade has contributed to a completely new way in which customers can bank. അപ്പോൾ ഒരു പുതിയ ന്യൂ ടെക്നോളജിയിൽ ബാങ്കിങ്ങിൽ ഒരു പാസ്റ്റ് ഡെക്കേഡ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു എ കംപ്ലീറ്റ്ലി ന്യൂ വേ ഇൻ വിച്ച് കസ്റ്റമേഴ്സ് ക്യാൻ ബാങ്ക്. കസ്റ്റമേഴ്സ്ക്ക് ബാങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് ബാങ്കിങ്ങിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ബാങ്കിങ്. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഹാവ് ലീഡ് ടു ദ റാപ്പിഡ് എമർജൻസ് ഓഫ് ഡിജിറ്റൽ ബാങ്കിങ് ഫേംസ്. റാപ്പിഡ് എമർജൻസി, ഡിജിറ്റൽ ബാങ്കിങ് ഫേമിൽസിന്റെ റാപ്പിഡ് എമർജൻസിന് കാരണമായി ഫിൻടെക് കമ്പനിയിലേക്ക് പേടിഎം, ഫോൺ പേ, മൊബിക്വിക്ക്, പേയു, ഇടി മണി, പോളിസി ബസാർ ഇതെല്ലാം കൊണ്ടുവന്നു. The development has forced the bank to swiftly increase their pace of digital adoption to stay relevant. അപ്പൊ റിലവന്റ് ആയിട്ടിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഡിജിറ്റൽ അഡോപ്ഷനെ പഠിപ്പിച്ചു. ഡിജിറ്റൽ ബാങ്കിങ് ഈസ് ഓൾസോ ഗെയിനിങ് ഇമ്പോർട്ടൻസ് എമംഗ് ഫിനാൻഷ്യൽ കസ്റ്റമേഴ്സ്. അപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ്ങും വളരെയധികം ഫിനാൻഷ്യൽ കസ്റ്റമേഴ്സിന്റെ ഇടയ്ക്ക് കൂടിയാണ് വരുന്നത്. മൊബൈൽ ബാങ്കിങ്, ചെക്ക് ഇമേജിംഗ് ആൻഡ് സ്മാർട്ട് വാച്ചസ്. അപ്പൊ നമുക്ക് മൊബൈൽ ബാങ്കിങ് നടത്താം, വാച്ച്, സ്മാർട്ട് വാച്ച് കൂടെ നടത്താം, ബ്ലൂടൂത്ത് വാച്ച്, ചെക്ക് ഇമേജിംഗ് ആർ സം ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. ഇതൊക്കെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. റിലേറ്റഡ് ഫിനാൻഷ്യൽ ഇന്നോവേഷൻ, ഇതൊക്കെ ഫിനാൻഷ്യലി നടത്തിയിരിക്കുന്ന ഇന്നോവേഷൻസ് ആണ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഹെൽപ്പിംഗ് കസ്റ്റമേഴ്സ് വിത്ത് എ വെറൈറ്റി ഓഫ് വേസ്, ഒരുപാട് വേയില് എന്താണ് ഇലക്ട്രോണിക് കോമേഴ്സ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ മിസ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ബാങ്ക്സ് ആർ യൂസിങ് ടെക്നോളജി ഫോർ ബാങ്ക് എൻഡ് ഓപ്പറേഷൻ സച്ച് ആസ് അനലൈറ്റിക്സ് നടത്തുന്നുണ്ടായിരിക്കും, ഇയർ എൻഡിങ്ങില് കണക്കുകൾ കൂടുന്നുണ്ടായിരിക്കും, ഡാറ്റ സ്റ്റോറേജ് നടത്തുന്നുണ്ടായിരിക്കും, റിട്രീവൽ നടത്തുന്നുണ്ടായിരിക്കും, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഏതൊക്കെ കസ്റ്റമറുകൾ ഉണ്ടോ അതിന്റെയൊക്കെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും, അഡ്വാൻസസ് പ്രോസസ് ചെയ്യുന്നുണ്ടായിരിക്കും. മുമ്പേ നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്ന അഡ്വാൻസ്, വീട് പണിയാൻ വേണ്ടി കൊടുത്തത്, വണ്ടി എടുക്കാൻ വേണ്ടി കൊടുത്ത ലോണുകൾ, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഇത് ചെയ്തിട്ട് റിട്ടേൺ എടുക്കുന്നുണ്ടായിരിക്കും. റിപ്പോർട്ട് ജനറേഷൻ, അതുപോലെ ബാങ്കിന്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും, എന്തൊക്കെയാണ് ബാങ്കിങ് വഴി നമുക്ക് എന്തൊക്കെ എവിടെയൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ മണി എന്നുള്ളത്, മ്യൂച്വൽ ഫണ്ട് സുരക്ഷിതമാണോ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ അല്ലാതെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡ് തന്നെ ബാർസ് ആയിട്ട് വാങ്ങിക്കാം, കോയിൻസ് ആയിട്ട് വാങ്ങിക്കാം, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ട്. EFT, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. അപ്പൊ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ളതാണ് EFT എന്ന് പറയുന്നത്. നമ്മളത് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഓഫ് മണി ഓവർ ആൻ ഓൺലൈൻ നെറ്റ്വർക്ക്. നമുക്ക് ഒരു 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ മിസ്സിന്റെ ഹസ്ബൻഡ് മിസ്സിന് ഒരു 1000 രൂപ ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ മിസ്സിന്റെ നമ്പറിലേക്ക് GPay ത്രൂ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും, ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ്. അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ആണെങ്കിൽ ബാങ്കിന്റെ ആപ്പിൽ മിസ്സിന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് മിസ്സിന്റെ അക്കൗണ്ട് ആണെന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ട് മാറി പൈസ വേറെ ആർക്കെങ്കിലും പോവും. അപ്പോ നമുക്ക് പൈസ തിരിച്ചു കിട്ടുന്നതിൽ ചിലപ്പോൾ കാലതാമസം നേരിട്ടേക്കാം. അപ്പൊ നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിനും നമുക്ക് ഓൺലൈൻ ആപ്പുകളിലൂടെ തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലത് 24 hours-ലും ചിലത് കുറെ സമയം കഴിഞ്ഞാലും ചിലപ്പോൾ തിരിച്ച് അവരുടെ ബാങ്ക് നമുക്ക് റിട്രൈവ് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ കിട്ടാതിരിക്കാം. അപ്പൊ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ക്യാൻ ബി പെർഫോംഡ് ബിറ്റ്വീൻ ദ സെയിം ബാങ്ക് ആൻഡ് എ ഡിഫറെന്റ് വൺ. അപ്പൊ നമ്മൾ സെയിം ബാങ്ക് ട്രാൻസ്ഫർ, നെഫ്റ്റ് ട്രാൻസ്ഫറുകളും RTGS ട്രാൻസ്ഫറുകളും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. And can be accomplished with several different types of payment system. അന്നപ്പോ different type payment സിസ്റ്റങ്ങളാണുള്ളത്. And EFT can be started by a person. EFT എന്ന് പറയുന്നത് ഒരു പേഴ്സൺ, ഒരു വ്യക്തിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Or by an institution, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും, like a business, and often doesn't need much more than a bank account. ഒരു
ബാങ്ക് അക്കൗണ്ടിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ആ ബിസിനസ്സിന് ആ സമയത്ത് ഒന്നും വേണ്ട. പിന്നെ ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് ഗുഡ് സ്റ്റാൻഡിംഗ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കച്ചവടങ്ങൾക്കൊക്കെ കൊടുത്ത് നമ്മൾ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ് നല്ലൊരു ഹൈപ്പ് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പൈസ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ കമ്പനിക്കാർക്ക് കൊടുക്കണം, ഏത് ബാങ്കിൽ കൊണ്ടുപോയിടണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. നാഷണൽ സെറ്റിൽമെന്റ് ആണ് RTGS എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്നാണ് RTGSന്റെ ഫുൾ ഫോം. നെഫ്റ്റ് ആണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, നെഫ്റ്റ്. അപ്പൊ ഈ പ്ലേസിംഗ് ഒരു സ്റ്റോക്ക് ബൈ ഓർഡർ നമുക്ക് ടെലിഫോൺ ഒരു എക്സാമ്പിൾ ആണ്. ടെലിഫോൺ, ATM, നമ്മൾ ATM കാർഡ് ഉപയോഗിച്ച് പൈസ വലിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഫോണിൽ മെസ്സേജ് വരുന്നു. SMS ചാർജസ് വലിക്കുന്നുണ്ടായിരിക്കും ബാങ്ക്, പക്ഷെ നമുക്ക് നമ്മുടെ കാർഡ് ഉപയോഗിച്ചാണെങ്കിലും പൈസ വലിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് അത് അറിയാൻ വേണ്ടി പറ്റുന്നു. ദ ബേസിക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓഫ് ദ ബെനിഫിഷ്യറി സച്ച് ആസ് അക്കൗണ്ട് നമ്പർ, അതുപോലെ IFSC കോഡ്, ഒരാളുടെ പാൻ കാർഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബ്രാഞ്ച് നെയിം, ഇതൊക്കെ നീഡഡ്. The basic factors involved in these payment systems are basic ഫാക്ടറുകൾ. ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ബേസിക് ഫാക്ടറുകൾ എന്ന് പറയുന്നത് ഫണ്ട് വാല്യൂ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിന്റെ വാല്യൂ. ഫണ്ട് വാല്യൂ, അതായത് പണം വളരെ മൂല്യമുള്ളതാണ്. രൂപ എന്ന് പറയുന്നത് ഇന്ത്യൻ മണിയുടെ ഇത്ര വാല്യൂ ഉണ്ടായിരിക്കും. ഇന്ത്യൻ മണിയുടെ വിനിമയ നിരക്ക്, നമ്മൾ ആശയവിനിമയം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ വിദേശ വിനിമയ നിരക്ക്, നാണ്യ വിനിമയ നിരക്ക് എന്നൊക്കെ പറയുന്നുണ്ട്, വിനിമയ നിരക്കുകളുണ്ട്. ദ ഫണ്ട് വാല്യൂ ഡിറ്റർമൈൻസ് വിച്ച് ഓഫ് ദ ട്രാൻസ്ഫർ മെത്തേഡ്സ് ദ കസ്റ്റമർ ക്യാൻ യൂസ്. Timings, service availability. Certain types of fund transfer methods are not available during the weekend and public holidays. ഇങ്ങനെ പല ടൈപ്പ് ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡുകളും നോട്ട് അവൈലബിൾ, ഇത് അവൈലബിൾ അല്ല ഡ്യൂറിംഗ് ദ വീക്കെൻഡ് ആൻഡ് പബ്ലിക് ഹോളിഡേസ്, പബ്ലിക് ഹോളിഡേസിലൊന്നും വരില്ല. അപ്പൊ ടൈമിംഗ്, സർവീസിന്റെ അവൈലബിലിറ്റി, ചിലത് 24 hours സർവീസ് നമുക്ക് ഓൺലൈൻ കിട്ടും. ഇപ്പൊ ഒരു ഞായറാഴ്ച ആയാലും ഒരാൾക്ക് ഗൂഗിൾ പേ വഴി പൈസ കൊടുക്കാൻ പറ്റും, കടയിൽ പോയി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സം അതേഴ്സ് ആർ അവൈലബിൾ റൗണ്ട് ദ ക്ലോക്ക് ത്രൂ ഔട്ട് ദി ഇയർ. അപ്പൊ ചിലതൊക്കെ നമുക്ക് വർഷം മുഴുവനും 24 മണിക്കൂർ ഉപയോഗിക്കാവുന്ന സേവനങ്ങളാണ്. രാത്രി പൈസ ട്രാൻസ്ഫർ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. ഫണ്ട് സെറ്റിൽമെന്റ് സ്പീഡ്, അതുപോലെ ചില ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡിന് ഡിഫറെന്റ് സ്പീഡ് ഓഫ് ഫണ്ട് സെറ്റിൽമെന്റ് ഉണ്ട്, പല പല സ്പീഡുകൾ ഉണ്ട്, അത് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. ഫണ്ട് സെറ്റിൽമെന്റ് സ്പീഡ് ഇൻഡിക്കേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ടൈം കൺസ്യൂംഡ് and the speed at which the funds are settled. ഫണ്ട് സെറ്റിൽമെന്റ് സ്പീഡ് ഇൻഡിക്കേറ്റ്, ഫണ്ട് സെറ്റിൽമെന്റ് സ്പീഡ് എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ടൈം കൺസ്യൂംഡ്, നമുക്ക് എത്രത്തോളം സമയം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആൻഡ് ദ സ്പീഡ് അറ്റ് വിച്ച് ദ ഫണ്ട് ആർ സെറ്റിൽഡ്, ആൻഡ് എത്ര നേരമാണ് ഈ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ എത്ര സ്പീഡിലാണ് സെറ്റിൽമെന്റ് നടന്നിരിക്കുന്നത്. ചില ലോണുകൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയാ, വീട് വെക്കാനുള്ള ലോണ്, വണ്ടി എടുക്കാനുള്ള ലോണൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ എത്ര സമയം കൊണ്ട് അടയ്ക്കണം എന്നുള്ളതൊക്കെ അവർ പറയാറുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇന്ത്യയുടെ മണി മുഴുവനുള്ളത്, RBI. ആൻഡ് ബാങ്ക്സ് ഡിസൈഡ് ദ ട്രാൻസാക്ഷൻ ചാർജസ് ഫോർ ഈച്ച് ഓഫ് ദ ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡ്. എന്നിട്ട് ബാങ്കാണ് ട്രാൻസാക്ഷൻ ചാർജസ് തീരുമാനിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യയുടെ എന്താ പറയാ നോട്ടുകളും നാണയങ്ങളും ഒക്കെ ഇറങ്ങുന്നത്. ദ ചാർജസ് ആർ ബേസ്ഡ് ഓൺ ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫണ്ട്. അപ്പൊ എത്ര ചാർജ് എന്നുള്ളത് ആ ഫണ്ടിന്റെ വാല്യൂമാണ് തീരുമാനിക്കുന്നത്. ട്രാൻസാക്ഷൻ ലിമിറ്റ്സ്, there are limits on most types of banking. അപ്പോ പല ടൈപ്പ് ബാങ്കിങ്ങിനും അതിന്റെ ലിമിറ്റുകൾ ഉണ്ട്, അതിന്റെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളും ഉണ്ട്. RBI റെഗുലേറ്റ്സ് ദ ട്രാൻസാക്ഷൻ ലിമിറ്റ്സ്. RBI പല നാണയങ്ങളും ഇറക്കിയിട്ടുണ്ട്, സ്വർണ്ണ നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, കാശിന് നമുക്ക് ഓൾ അതർ ഫാക്ടേഴ്സ്, ഫണ്ട് ട്രാൻസ്ഫർ, ഇങ്ങനെയുള്ള ബോർഡ് ഓഫ് റെഗുലേഷൻ, സൂപ്പർവിഷൻ ഓഫ് പേയ്മെന്റ്, സെറ്റിൽമെന്റ് സിസ്റ്റം, ഇതൊക്കെ നമുക്ക് അതിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് ഓഫ് റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്നുള്ളതാണ് BPSS എന്ന് പറയുന്നത്. BPSS സൂപ്പർവൈസസ് ഓൾ ദ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. എല്ലാ പേയ്മെന്റ് സിസ്റ്റത്തിനെയും സെറ്റിൽമെന്റ് സിസ്റ്റത്തിനെയും സൂപ്പർവൈസ് ചെയ്യുന്നത് BPSS ആണ്, ബോർഡ് ഫോർ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. നെഫ്റ്റ്, NEFT, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നെഫ്റ്റ് ട്രാൻസ്ഫറും RTGS ട്രാൻസ്ഫറും നമ്മൾ പറഞ്ഞില്ലേ, എന്താ പറയാ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു. അതുപോലെ നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, നെഫ്റ്റ്, is a nation-wide payment system that allows the transfer of funds from one bank's account to another. അപ്പോ ഒരു നാഷൻ വൈഡ് പേയ്മെന്റ് സിസ്റ്റം അലോ ചെയ്യുന്നു ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ, ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക്, വിത്ത് ആൻ ഇൻക്രീസ്ഡ് ഫോക്കസ് ഓൺ ഓൺലൈൻ ബാങ്കിങ്. ഒരു ഓൺലൈൻ ബാങ്കിങ്ങിൽ നിന്ന് ഇൻക്രീസ്ഡ് ഫോക്കസ് ഓൺ ഓൺലൈൻ ബാങ്കിൽ Neft has become one of the most popular ways of transferring fund.
നെഫ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ആണ്. സിൻസ് ഇറ്റ് ക്യാൻ ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ഫണ്ട് എനി ബാങ്ക് ബ്രാഞ്ച് ടു എനി ഇൻഡിവിജ്വൽ. അപ്പൊ ഏത് ബാങ്ക് ബ്രാഞ്ചിൽ നിന്നും ഏത് ഇൻഡിവിജ്വലിനും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഫണ്ട്. ഇറ്റ് ഹാസ് എലിമിനേറ്റഡ് ദ നീഡ് ടു വിസിറ്റ് എ ബാങ്ക് ബ്രാഞ്ച് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്. അപ്പൊ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ ബാങ്കിന്റെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യേണ്ട, ചിലപ്പോൾ ശനിയാഴ്ച ഉണ്ടായിരിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. സാലറി ട്രാൻസ്ഫേഴ്സ് യൂസിങ് നെഫ്റ്റ്. ഈ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഉപയോഗിച്ചാണ് സാലറി ട്രാൻസ്ഫേഴ്സ് കമ്പനീസ് നടത്തിയിരിക്കുന്നത്. ഡിഫറെന്റ് ബാങ്ക്സ് ഹാവ് ഡിഫറെന്റ് ലിമിറ്റ്സ് ഓൺ ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ. ഫോർ എക്സാമ്പിൾ, ഡിഫറെന്റ് bank have different limits on this type of transfer. For example, SBI customer can send maximum 10 lakh to a beneficiary. SBI കസ്റ്റമർക്ക് ആകെ 10 ലക്ഷമാണ് ഒരു ബെനിഫിഷ്യറിക്ക് കൊടുക്കാൻ കഴിയുന്നത്. The bank charges about 2.52 rupees 25 on the amount being transferred. അപ്പൊ 2.5 രൂപ മുതൽ 25 രൂപ വരെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Requirements for conducting an NEFT are recipient's bank, recipient's name, bank name, account number and IFSC code of the beneficiary bank. അപ്പോ ഈ നെഫ്റ്റ് ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ ഇത് വാങ്ങുന്ന റെസിപ്പിയന്റിന്റെ പേര്, ബാങ്കിന്റെ പേര്, അക്കൗണ്ടിന്റെ നമ്പർ, IFSCയുടെ കോഡ്, ബെനിഫിഷ്യറി ബാങ്ക്, ഇത്രയും ഉണ്ടെങ്കിലാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് പോലെ തന്നെ RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്, അതുപോലെ നെഫ്റ്റ്. മനസ്സിലായ? നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇനി റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് നമ്മളോട് ചോദിച്ചു. RTGS അല്ലെങ്കിൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു സിസ്റ്റം ആണ്. ആ സിസ്റ്റം വേർ ദർ ഇസ് കണ്ടിന്യൂസ് ആൻഡ് റിയൽ ടൈം സെറ്റിൽമെന്റ്, ആ കറക്റ്റ് ടൈമിലുള്ള സെറ്റിൽമെന്റ് ഉണ്ട്. ഫണ്ട് ട്രാൻസ്ഫർ ഇൻഡിവിജ്വലി ഓൺ എ ട്രാൻസാക്ഷൻ ബൈ ട്രാൻസാക്ഷൻ ബേസിസ്, നമുക്ക് വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ ബേസിസ് അനുസരിച്ച്, വിത്തൗട്ട് നെറ്റിംഗ്, അത് നെറ്റ് ഇത് ചെയ്യാതെ തന്നെ. ദ സിസ്റ്റം ഈസ് അവൈലബിൾ ഓൺ ഓൾ, എന്നും എല്ലാ ദിവസവും 24/7 into 365 ഡേയ്സും നമുക്ക് ഇത് ഉപയോഗിക്കാം. ദർ ഈസ് റിയൽ ടൈം ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ടു ദ ബെനിഫിഷ്യറി അക്കൗണ്ട്. അപ്പൊ റിയൽ ടൈമില് ഫണ്ട് ട്രാൻസ്ഫർ ഉണ്ട്. ദ RTGS സിസ്റ്റം ഈസ് പ്രൈമർലി മെന്റ് ഫോർ ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻസ്. ഈ ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻസിനാണ് RTGS സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ളത്. ദ മിനിമം എമൗണ്ട് ടു ബി റെമിറ്റഡ് ത്രൂ RTGS, മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ഉപയോഗിച്ചാണ് നടത്തേണ്ടത്. ആൻഡ് ഈസ് ₹2 lakh വിത്ത് നോ അപ്പർ ഓർ മാക്സിമം സീലിംഗ്. ഒരു അപ്പർ സീലിംഗോ മാക്സിമം സീലിംഗോ ഇല്ലാത്ത 2 lakh രൂപയാണ് ആ സമയത്ത് വരുന്നത്. വിത്ത് ഇഫക്റ്റ് ഫ്രം July 1st, 2019, the Reserve Bank of India has waived the processing charges levied by it for RTGS transactions. 2019 ജൂലൈ 1 മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പ്രോസസ്സിംഗ് കൊണ്ടുവന്നത്. RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ട്രാൻസാക്ഷൻസ് കൊണ്ടുവന്നത്. ഫോർ RTGS, എ കസ്റ്റമർ നീഡ്സ് എ ബെനിഫിഷ്യറീസ് നെയിം അക്കൗണ്ട്. അപ്പൊ ഏതാളാണ് ബെനിഫിഷ്യറിക്കാണ് കൊടുക്കുന്നത്, ഏത് ബാങ്കാണ്, ഏത് ബ്രാഞ്ച് നെയിമാണ്, IFSC കോഡൊക്കെ നമുക്ക് അറിയണം. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഉറപ്പായി നമ്മൾ ഈ കാർഷിക പെൻഷനൊക്കെ ആൾക്കാര് ഗവൺമെന്റ് ഭാരതീയ പെൻഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അത് അവർ അക്കൗണ്ട് ത്രൂ കൊടുക്കുന്നത്. ഇയർലി ഒരു 6000 രൂപ കർഷകർക്ക് പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 3 ഗഡുവൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ ഈ നമ്മൾ അവിടെ ചെന്ന് അപേക്ഷ വെച്ച് ആ അക്കൗണ്ടിലേക്കാണ് ആ മണി വരുന്നത്. IMPS, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്. IMPS ആണോ നെഫ്റ്റ് ആണോ എന്ന് വെച്ചാൽ IMPS ആണ്. എത്ര ഇൻസ്റ്റന്റ് ആയിട്ട്, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്. IMPS ഓർ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് സെൻസ് ഇൻസ്റ്റന്റ് പേയ്മെന്റ്സ്, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പേയ്മെന്റുകളാണ്. മോസ്റ്റ് ഓഫ് ദ ബാങ്ക് പ്രൊവൈഡ് ദിസ് സർവീസ് 24/7, 365. മിക്ക ബാങ്കുകൾക്കും ഉണ്ടാവും, ഫെഡറലിനും. മോസ്റ്റ് ഓഫ് ദ ബാങ്ക് പ്രൊവൈഡ് ദിസ് സർവീസ്. കസ്റ്റമർ ക്യാൻ യൂസ് സർവീസ് ത്രൂ ഫോൺ, ATMs, മൊബൈൽ മണി ഐഡന്റിഫയർ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിങ്. ഇത് ഏതാണ്, ആരുടെയാണെന്ന് ഉദ്ദേശിച്ച് ബാങ്കുകൾക്ക് ATM ഉപയോഗിച്ച്, ഫോൺ ഉപയോഗിച്ച്, മൊബൈൽ മണി ഉപയോഗിച്ചൊക്കെ നമുക്ക് പൈസ വലിക്കുകയും ഇന്റർനെറ്റ് ബാങ്കിങ് നടത്തുകയും ചെയ്യാം. ഇറ്റ് റിക്വയർസ് ബെനിഫിഷ്യറി നെയിം, ബെനിഫിഷ്യറിയുടെ പേര്, MMID, ആളുടെ ID, 7 ഡിജിറ്റ് ആയിട്ടുള്ള MMID നമ്പർ, മൊബൈൽ ഫോൺ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഇത്ര അറിയാമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് കൊടുക്കാം. UPI എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം ആണ്. ദാറ്റ് മെർജസ് വേരിയസ് ബാങ്കിങ് സർവീസ്, ഇന്ത്യ മൊത്തം ഉള്ളതാണ്. ആൻഡ് ഫീച്ചേഴ്സ് ലെസ് ദാൻ 1 അംബ്രല, ഒരു അംബ്രല എന്നുള്ളതല്ല, ഒരു കുടക്കീഴിൽ എല്ലാ ലോകം മൊത്തം ഉണ്ട്. UPI ഈസ് ആൻ ഡിഫറെന്റ് അംബ്രലാസ് ആൻഡ് ടോട്ടൽ അംബ്രല, under one umbrella. UPI is an initiative taken by the
നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI ടുഗദർ വിത്ത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ചേർന്ന് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ UPI ID ഒരു UPI IDയും ആൻഡ് പിൻ ആർ സഫീഷ്യന്റ് ടു സെൻഡ്, ആ പിന്നും സഫീഷ്യന്റ് ആണ് ടു സെൻഡ്, എന്താ പറയാ, അയക്കാനും, ആൻഡ് റിസീവ് മണി, അപ്പൊ പണം റിസീവ് ചെയ്യാനും. റിയൽ ടൈം ബാങ്ക് ടു ബാങ്ക് പേയ്മെന്റ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് എ മൊബൈൽ നമ്പർ. റിയൽ ടൈം ബാങ്ക് ടു ബാങ്ക് പേയ്മെന്റ് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചും വിർച്വൽ പേയ്മെന്റ് അഡ്രസ് ആയിട്ടുള്ള UPI ID ഉപയോഗിച്ചുമാണ് ചെയ്യുന്നത്. മണി ക്യാൻ ബി സെൻഡ് ഓർ റിസീവ്ഡ് വിത്ത് ദ ഫോളോയിങ് മെത്തേഡ്സ്. മണി എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഓർ റിസീവ്ഡ് വിത്ത് ദ ഫോളോയിങ് മെത്തേഡ്സ്. ഈ പറയുന്ന ഫോളോയിങ് മെത്തേഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സെൻഡ് ഓർ റിക്വസ്റ്റ് മണി ഫ്രം ടു ബാങ്ക് അക്കൗണ്ട് മാപ്ഡ് യൂസിങ് വിർച്വൽ പേയ്മെന്റ് അഡ്രസ്. വിർച്വൽ പേയ്മെന്റ് അഡ്രസ്സിലേക്ക് UPI IDയിലേക്ക് നമുക്ക് മണി റിക്വസ്റ്റ് ചെയ്ത് അയക്കാൻ പറ്റും. പൈസ മണി റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. സെൻഡ് ഓർ റിക്വസ്റ്റ് മണി ഫ്രം, അയക്കുക അല്ലെങ്കിൽ മണി റിക്വസ്റ്റ് ചെയ്യുക, ഫ്രം ദ ബാങ്ക് ടു ദ ബാങ്ക് അക്കൗണ്ട് മാപ്ഡ് യൂസിങ് മൊബൈൽ നമ്പർ. നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാപ്പ് ചെയ്ത അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുക. സെൻഡ് മണി ടു ദ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതുപോലെ ആ അക്കൗണ്ട് നമ്പറിലേക്ക് പൈസ അയച്ചു കൊടുക്കുക. IFSC ഈസ് നീഡഡ്, ആ അക്കൗണ്ട് നമ്പറിന്റെ IFSC വേണം. സെൻഡ് മണി ടു ദ ബാങ്ക് അക്കൗണ്ട് മാപ്ഡ് യൂസിങ് ആധാർ നമ്പർ, അതുപോലെ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ആധാർ നമ്പറിലേക്ക് മണി അയച്ചു കൊടുക്കുക. സെൻഡ് മണി ബൈ QR കോഡ് വിച്ച് ഹാസ് എൻക്ലോസ്ഡ് VPA. എൻക്ലോസ് ചെയ്തിരിക്കുന്ന VPAയിലേക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ IFSCയിലേക്ക് മൊബൈൽ നമ്പറിലേക്ക് പൈസ അയച്ചു കൊടുക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ നെഫ്റ്റ്, RTGS ആൻഡ് IMPS. ഡിഫറൻസ് RTGSഉം IMPSഉം നെഫ്റ്റും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ്. ഓൾ ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡ്സ് അലോ ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസസ് ടു ട്രാൻസ്ഫർ മണി ഓൺലൈൻ. അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡ്സ് നമ്മളെ ഇൻഡിവിജ്വൽസിനെ മണി ഓൺലൈൻ ചോദിക്കുന്നത്, എനി ടൈം ഫ്രം എനിവയർ ചോദിക്കുന്നത് നെഫ്റ്റ്, RTGS, IMPS. ഡിഫറൻസ്, ഈ നെഫ്റ്റും RTGSഉം IMPSഉം തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു എന്ന് നമ്മളോട് ചോദിക്കാം. ദീസ് മെത്തേഡ്സ് ഇൻ സ്പീഡ്, സർവീസ് അവൈലബിലിറ്റി, ഫണ്ട് ലിമിറ്റ്, മിനിമം, മാക്സിമം. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്തൊക്കെയാ? ഇതിലെ സ്പീഡ്, സർവീസിന്റെ അവൈലബിലിറ്റി, ഫണ്ടിന്റെ ലിമിറ്റ്, മിനിമം, മാക്സിമം. ദ ടേബിൾ ഈസ് ഗീവൺ ഇൻ Q&A സെഷൻ. ആ ടേബിൾ നമുക്ക് Q&A സെഷനിൽ തന്നിട്ടുണ്ട്. അതാണ് ബേസ് നെഫ്റ്റ്, IMPS, RTGS ബേസിസ് തന്നിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാല് 64ാമത്തെ പേജില് സ്പീഡ് ഓഫ് സെറ്റിൽമെന്റ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നെഫ്റ്റിലാണെങ്കിൽ ഹാഫ് അവർലി, അരമണിക്കൂർ. IMPSലാണെങ്കിൽ റിയൽ ടൈം, അപ്പൊ തന്നെ ട്രാൻസ്ഫർ. RTGS അതെ, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്നാണ്. IMPS ഇൻസ്റ്റന്റ് മണി. മാക്സിമം ട്രാൻസ്ഫർ വാല്യൂ എത്രത്തോളം എന്നുള്ളത് നെഫ്റ്റില് ലിമിറ്റ് ഇല്ല. IMPSല് 2 ലക്ഷം. RTGS ലിമിറ്റ് ഇല്ല. മിനിമം ട്രാൻസ്ഫർ വാല്യൂ നോ ലിമിറ്റ്. IMPSല് ലിമിറ്റ് ഇല്ല, നോ ലിമിറ്റ്. പക്ഷെ RTGSല് 2 ലക്ഷം തരാനുണ്ട്. ചാർജസ്, നെഫ്റ്റ് നോ ചാർജസ്. നെഫ്റ്റിലാണെങ്കിൽ ചാർജസ് ഇല്ല. IMPSലാണെങ്കിൽ ഡിസൈഡഡ് ആസ് പെർ ദ ബാങ്ക് ഫോർ ദ ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷൻസിനും ആ ബാങ്ക് തീരുമാനിക്കുന്നത് വരെ. RTGSല് നോ ചാർജസ്. ടൈമിംഗ് നെഫ്റ്റില് 24/7 365 ഡേയ്സും, എല്ലാത്തിലും 24/7 365 ഡേയ്സും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. RTGSല് 7 AM 7 മണിക്ക്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 5 മണിക്ക് ISTക്ക്, ഓൺ ഓൾ വർക്കിംഗ് ഡേയ്സ് ഫോർ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കുകൾക്ക് മാത്രം. ഇനി അത് നമ്മളെടുത്ത് പറഞ്ഞു, ഫണ്ടിന്റെ ലിമിറ്റ്, മാക്സിമം, മിനിമം, സ്പീഡ്, അവൈലബിലിറ്റി. ഇനി വിർച്വൽ കറൻസി വെച്ചാൽ വിർച്വൽ കറൻസി ഇസ് എ ടൈപ്പ് ഓഫ് അൺറെഗുലേറ്റഡ് ഡിജിറ്റൽ കറൻസി. അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ കറൻസിയാണ്. ദാറ്റ് ഈസ് ഓൺലി അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ഫോം. അത് ഇലക്ട്രോണിക് ഫോമിൽ മാത്രമേ ഉള്ളൂ. ഇലക്ട്രോണിക് ആണ്. ഇറ്റ് ഈസ് സ്റ്റോർഡ് ആൻഡ് ട്രാൻസാക്ടഡ് ഓൺലി ത്രൂ ഡെസിഗ്നേറ്റഡ് സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ്, മൊബൈൽ ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലൂടെ, ഓർ ത്രൂ ഡെഡിക്കേറ്റഡ് ഡിജിറ്റൽ വാളറ്റ്സ് ആൻഡ് ദ ട്രാൻസാക്ഷൻസ് ഒക്കർ ഓവർ ദ ഇന്റർനെറ്റ് ത്രൂ സെക്യൂർ ഡെഡിക്കേറ്റഡ് നെറ്റ്വർക്ക്. നമ്മൾ സെക്യൂർ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് നെറ്റ്വർക്കിലൂടെ മാത്രം നടക്കുന്ന ട്രാൻസാക്ഷൻസ്. ഇൻ 2012 ദ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഡിഫൈൻഡ് വിർച്വൽ കറൻസി.
ഡിജിറ്റൽ മണി ഇൻ ആൻ അൺറെഗുലേറ്റഡ് എൻവയോൺമെന്റ്, അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇഷ്യൂഡ് ആൻഡ് കൺട്രോൾഡ്, ഇഷ്യൂ ചെയ്തു കൺട്രോൾ ചെയ്തു ബൈ ഇറ്റ്സ് ഡെവലപ്പേഴ്സ് ആൻഡ് യൂസർ ആസ് എ പേയ്മെന്റ് മെത്തേഡ്, അതൊരു പേയ്മെന്റ് മെത്തേഡ് ആയിട്ട് ഉപയോഗിച്ചു. എമംഗ് മെമ്പേഴ്സ് ഓഫ് എ സ്പെസിഫിക് വിർച്വൽ കമ്മ്യൂണിറ്റി, ഒരു വിർച്വൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അത് വിളിച്ചു വരുത്തി, അങ്ങനെ മെമ്പേഴ്സ് ഓഫ് ദ സ്പെസിഫിക് വിർച്വൽ കമ്മ്യൂണിറ്റി വാങ്ങിച്ചു. ബിറ്റ് കോയിൻ ന്യൂസ്, അപ്പൊ അങ്ങനെ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. ഇപ്പൊ കേട്ടിട്ടുണ്ടാവുമല്ലോ ബിറ്റ് കോയിൻ. ന്യൂസ് ഡിഫൈൻസ് വിർച്വൽ കറൻസി, വിർച്വൽ കറൻസിയുടെ ഡെഫിനേഷൻ എന്താണ്? ഡെഫിനേഷൻ നമ്മൾ മാറ്റണ്ട, ഡബിൾ കോഡ് കൊടുത്തുണ്ട്. ഇലക്ട്രോണിക് റെപ്രസെന്റേഷൻ ഓഫ് മോണിറ്ററി വാല്യൂ ദാറ്റ് മേ ബി ഇഷ്യൂഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇഷ്യൂവേഴ്സ്. അപ്പോ ഇലക്ട്രോണിക് റെപ്രസെന്റേഷൻ ഓഫ് മണി വാല്യൂല് ഇഷ്യൂ ചെയ്യപ്പെടുന്ന, മാനേജ് ചെയ്യപ്പെടുന്ന, കൺട്രോൾ ചെയ്യപ്പെടുന്ന പ്രൈവറ്റ് ഇഷ്യൂവേഴ്സ്, ഡെവലപ്പേഴ്സ് ഓർ ദ ഫൗണ്ടിങ് ഓർഗനൈസേഷൻ, ഇത്രയുമാണ് അതിനകത്ത് വരുന്ന. പ്രൈവറ്റ് ഇഷ്യൂസ് ഇഷ്യൂ ചെയ്ത, മാനേജ് ചെയ്ത്, പ്രൈവറ്റ് ഇഷ്യൂവേഴ്സ് കൺട്രോൾ ചെയ്തിരിക്കുന്നു, ഡെവലപ്പേഴ്സ് ഓർ ദ ഫൗണ്ടിങ് ആ ഓർഗനൈസേഷൻ. സച്ച് വിർച്വൽ കറൻസീസ് ആർ ഓഫൺ റെപ്രസെന്റഡ് ആസ് ടോക്കൺ, അത് ടോക്കൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മേ റിമൈൻ അൺറെഗുലേറ്റഡ്, അത് റെഗുലേറ്റ് ചെയ്തിട്ടില്ല. വിത്തൗട്ട് എ ലീഗൽ ടെൻഡർ, അതിനൊരു ലീഗൽ ടെൻഡർ ഇല്ല. ഇറ്റ് ഈസ് ലൈക്ക് എ കൂപ്പൺ, അതൊരു കൂപ്പൺ പോലെയാണ്, നമ്മൾ ഒരു ലക്കി കൂപ്പൺ എടുക്കുന്ന പോലെ. എക്സാമ്പിൾസ് ഓഫ് വിർച്വൽ കറൻസീസ് ആർ മൈക്രോസോഫ്റ്റ് പോയിന്റ്, നിന്റെൻഡോ പോയിന്റ്, ഫേസ്ബുക്ക് ക്രെഡിറ്റ്സ്, ആമസോൺ കോയിൻ, ഇതൊക്കെയാണ്. അതായത് മൈക്രോസോഫ്റ്റ് പോയിന്റ്, നിന്റെൻഡോ പോയിന്റ്, ഫേസ്ബുക്ക് ക്രെഡിറ്റ്സ്, ആമസോൺ കോയിൻ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾസ്. ദീസ് കറൻസീസ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ പിയർ ടു പിയർ പേയ്മെന്റ്സ്, ഇപ്പൊ കൂട്ടുകാർ ടു കൂട്ടുകാരെന്നൊക്കെ പറയണ പോലെയുള്ള പേയ്മെന്റിന്. And are finding increasing use for the purchase of goods and services. The Reserve Bank of India had imposed a ban. ഈ ക്രിപ്റ്റോ കറൻസിക്ക് ഒരു ബാൻ കൊണ്ടുവന്നു 2018 ഏപ്രിൽ. ഈ ബിറ്റ് കോയിനും ക്രിപ്റ്റോ കറൻസി കളികളും പൈസ ഗെയിം കളിക്കുന്നതൊക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആ ഗെയിമുകളൊക്കെ നടക്കുന്നുണ്ട്, സുപ്പിയിൽ കളിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ഇന്ത്യയിൽ ഇപ്പോഴും ഗെയിം പ്ലേസ് എന്ന് പറഞ്ഞ് ആൾക്കാർ ഫോണിൽ കളിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ച് കളിക്കാൻ പാടില്ല എന്നുള്ളത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി 2018 ഏപ്രില്. ഫീച്ചേഴ്സ് ഓഫ് വിർച്വൽ കറൻസീസ് ആർ, ഈ വിർച്വൽ കറൻസി അൺറെഗുലേറ്റഡ് ഡിജിറ്റൽ കറൻസിയാണ്, നിയമം മൂലം എന്താ റെഗുലേറ്റ് ചെയ്യാതെ തോന്നിയോണം കളിക്കുന്ന ഡിജിറ്റൽ കറൻസി. സ്റ്റോർഡ് ആൻഡ് ട്രാൻസാക്റ്റഡ് ഓൺലി ത്രൂ ഡെസിഗ്നേറ്റഡ് സോഫ്റ്റ്വെയർ, ഡെസിഗ്നേറ്റഡ് സോഫ്റ്റ്വെയറിലൂടെ മാത്രം നടത്തേണ്ടുന്ന ഒരു കറൻസി ട്രാൻസാക്ഷൻ ആണെന്ന് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. മൊബൈൽ ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻവോൾവ് ആണ്, ഓർ ത്രൂ ഡെഡിക്കേറ്റഡ് ഡിജിറ്റൽ വാളറ്റ്, അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ പേ പോലെ ഡിജിറ്റൽ വാളറ്റ് എന്തെങ്കിലും ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. ഇറ്റ് ഇൻക്ലൂഡ് ക്രിപ്റ്റോ കറൻസീസ് വിച്ച് എക്സിസ്റ്റ് ഇൻ ദ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്. ബ്ലോക്ക് ചെയിന്റെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ആ ബ്ലോക്ക് ചെയിനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ കറൻസികൾ ഇതിലേക്ക് എക്സിസ്റ്റിംഗ് ആണ്. കൺട്രോൾ എന്ന് വരുത്തി, കൺട്രോൾഡ് ബൈ എ സെൻട്രലൈസ്ഡ് ബാങ്കിങ് അതോറിറ്റി, ഒരു സെൻട്രലൈസ്ഡ് ബാങ്കിങ് അതോറിറ്റിയുടെ ഒരു ഇതിൽ വരുന്നതാണ്. എക്സ്പീരിയൻസസ് ഡ്രമാറ്റിക് പ്രൈസ് മൂവ്മെന്റ്സ്, അത് ഭയങ്കരമായിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ്സ് നമ്മൾ കാണുന്നു. സിൻസ് ദ ഒൺലി റിയൽ ഫോഴ്സ് ബിഹൈൻഡ് ട്രേഡിംഗ് ഈസ് കൺസ്യൂമർ സെന്റിമെന്റ്, പക്ഷെ ശരിക്കും കൺസ്യൂമറിന് വേണ്ടത് ശരിക്കുള്ള റിയൽ ഫോഴ്സ് ബിഹൈൻഡ് ദ സെറ്റിൽമെന്റ്, റിയൽ മണി ട്രാൻസാക്ഷൻസ് ഒക്കെയാണ്. റിലൈസ് ഓൺ എ സിസ്റ്റം ഓഫ് ട്രസ്റ്റ്, ഇതൊരു ട്രസ്റ്റിന്റെ ഒരു കാര്യം കൂടിയാണ്, ആ ഒരു സിസ്റ്റത്തിലും കൂടിയാണ് പൈസ എന്നുള്ളത് വെച്ചിരിക്കുന്നത്. ഡിറൈവ് ദെയർ വാല്യൂ ബേസ്ഡ് ഓൺ ദ അണ്ടർലൈങ് മെക്കാനിസം, അവരുടെ ഇതെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും അണ്ടർലൈങ് മെക്കാനിസം വാല്യൂ ബേസ്ഡ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ, വിർച്വൽ ആൻഡ് ക്രിപ്റ്റോ കറൻസീസ്. ഡിജിറ്റൽ കറൻസി ഇൻക്ലൂഡ്സ് ക്രിപ്റ്റോ കറൻസീസ്. ഡിജിറ്റൽ കറൻസി എന്ന് പറയുമ്പോൾ ക്രിപ്റ്റോ കറൻസി ആദ്യം വരും. എ ഡിജിറ്റൽ കറൻസി കവേഴ്സ് എ ലാർജ് ഗ്രൂപ്പ് ദാറ്റ് റെപ്രസെന്റ്സ് മോണിറ്ററി അസറ്റ്സ് ഇൻ ഡിജിറ്റൽ ഫോം. ഡിജിറ്റൽ കറൻസി ക്യാൻ be regulated or unregulated. A country's central bank can issue a digital form. അതായത് ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിന്, കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു ബാങ്കിന് എന്തെടുക്കാം, ഒരു ഡിജിറ്റൽ ഫോം എടുക്കാം. ഇറ്റ്സ് ഫ്ലാറ്റ് കറൻസി നോട്ട്സ്, അതിന് നോട്ടുകൾ റിസർവ് ബാങ്ക് ആണ് നോട്ട് അടിക്കുന്നത്. ഈ വിർച്വൽ കറൻസീസ് അൺറെഗുലേറ്റഡ്, വിർച്വൽ കറൻസി എന്ന് പറയുന്നത് അൺറെഗുലേറ്റഡ് ആണ്. ക്രിപ്റ്റോ കറൻസിയും ക്രിപ്റ്റോഗ്രാഫിക് ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നതാണ്. ദാറ്റ് കീപ്സ് ദ ട്രാൻസാക്ഷൻ സെക്യൂർ ആൻഡ് ഓതന്റിക്. ക്രിപ്റ്റോ കറൻസീസ് എക്സിസ്റ്റ് ആൻഡ് ആർ ട്രാൻസാക്റ്റഡ് ഓവർ ഡെഡിക്കേറ്റഡ് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് നെറ്റ്വർക്ക് ആൻഡ് ദാറ്റ് ആർ ഓപ്പൺ ടു ദ കോമൺ പബ്ലിക്, അത് കോമൺ പബ്ലിക്കിന് ഓപ്പൺ ആണ്. എനിവൺ ക്യാൻ ജോയിൻ ആൻഡ് സ്റ്റാർട്ട് ട്രാൻസാക്ടിങ് ഇൻ ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസി എന്നാൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്, നമ്മളെ വിർച്വൽ അല്ലാത്ത മണി നമ്മൾ ചെന്ന് പൈസ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയുടെ വിനിമയം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്.
ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. പിന്നെ എന്താണ് നമുക്ക് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, ACH ഓർ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇലക്ട്രോണിക് നെറ്റ്വർക്ക് ആണ്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഇലക്ട്രോണിക് നെറ്റ്വർക്ക്, അതിന്റെ പ്രോസസ്സ്, ഇലക്ട്രോണിക് പേയ്മെന്റ്, ഓട്ടോമേറ്റഡ് മണി ട്രാൻസ്ഫർ, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ലോ വാല്യൂ പേയ്മെന്റ്, ഇതൊക്കെ അവിടെ വരുന്നു. ബിറ്റ്വീൻ ഡിഫറെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡിഫറെന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോ ഇറ്റ് ഡസ് നോട്ട് നീഡ് പേപ്പർ ചെക്ക്, പേപ്പർ ചെക്കുകളുടെ ആവശ്യമില്ല, വയർ ട്രാൻസ്ഫർ വേണ്ട, ക്രെഡിറ്റ് കാർഡ് നെറ്റ്വർക്ക് വേണ്ട, കാശും വേണ്ട. മണി ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ ദ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് നെറ്റ്വർക്ക്. അവിടെയാണ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസിലൂടെയാണ് ഈ നെറ്റ്വർക്ക് നടക്കുന്നത്. ഇൻ ഇന്ത്യ നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് ഓർ NACH, NACH എന്ന് പറയുന്നത് ലോഞ്ച്ഡ് ബൈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഒരു സെൻട്രലൈസ്ഡ് ക്ലിയറിംഗ് സർവീസസിന് വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. It aims at providing interbank high volume, low volume transactions that are repetitive and periodic in nature. ഇപ്പൊ ഇന്റർബാങ്ക് ഹൈ വോളിയം, ലോ വാല്യൂ ട്രാൻസാക്ഷൻസ്, റിപ്പറ്റേറ്റീവ്, പീരിയോഡിക്, ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം. These computerized payments have benefits for both merchants and consumers. അത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ്സ് ഉണ്ട്. ബോത്ത് മെർച്ചന്റുകൾക്കും കൺസ്യൂമറുകൾക്കും ബെനിഫിറ്റ് ഉണ്ട്. ലോവർ കോസ്റ്റ്, അധികം ചെക്കോ പൈസയോ ഒന്നും ആവശ്യം വരുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ പേപ്പറോ ഇങ്കോ മഷി ഫ്യൂവൽ ഒന്നും ആവശ്യമില്ല. ടൈം ലേബർ വേണ്ട, സമയം വേണ്ട. ഹാൻഡിൽ ആൻഡ് ഡെപ്പോസിറ്റ് ചെക്ക് അവർ തന്നെ ഒക്കെ ചെയ്യും. ലോവർ കോസ്റ്റ്. റെക്കോർഡ് കീപ്പിംഗ് കൺവീനിയൻസ്, പിന്നെ അതുപോലെ ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു കീപ്പ് ട്രാക്ക് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ്, വരവും ചെലവും എഴുതി കണക്ക് കൂട്ടി സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. കസ്റ്റമേഴ്സ് പ്രിഫറൻസ്, കസ്റ്റമറിന്റെ പ്രിഫറൻസ്, കസ്റ്റമർ പ്രിഫർ ഇറ്റ് ഫോർ സെക്യൂരിറ്റി, ഫാസ്റ്റർ പ്രോസസിംഗ് ടൈം ആൻഡ് റെഡ്യൂസ്ഡ് ഹ്യൂമൻ എറർ ഒന്നും വരാതിരിക്കാൻ വേണ്ടി. കോമൺ യൂസസ് ഓഫ് ACH പേയ്മെന്റ്, കോമൺ യൂസസ് ACH പേയ്മെന്റ് പടം കൊടുത്തിട്ടുണ്ട്. കോമൺ യൂസസ് അതായത് ടു ട്രാൻസ്ഫർ മണി ACH നെറ്റ്വർക്ക് വഴി കസ്റ്റമർ പേയിങ് എ സർവീസ് പ്രൊവൈഡർ, ആദ്യം തന്നെ ഒരു സർവീസ് പ്രൊവൈഡർക്ക് കൊടുക്കുന്നു. ആൻ എംപ്ലോയർ ഡെപ്പോസിറ്റിംഗ് മണി ടു ആൻ എംപ്ലോയീസ് ചെക്കിംഗ് അക്കൗണ്ട്, ചെക്ക് ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. എ കൺസ്യൂമർ മൂവിംഗ് ഫണ്ട് ഫ്രം വൺ ബാങ്ക് ടു അനദർ, മറ്റൊരു ബാങ്കിലേക്ക് കൊടുക്കുന്നു. എ ബിസിനസ് ഈസ് പേയിങ് എ സപ്ലയർ ഫോർ പ്രൊഡക്റ്റ്, അപ്പൊ ബിസിനസ് ആ പ്രൊഡക്റ്റിന് സപ്ലയർ കൊടുക്കുന്നു. എ ടാക്സ് പേയർ സെൻഡിങ് ഫണ്ട് ടു ദ IRS ഓർ ലോക്കൽ ഓർഗനൈസേഷൻ ഓൺലൈനായിട്ട് പേ ചെയ്യുന്നു ടാക്സ് പേയർ. ഇത്രയാണ് കോമൺ യൂസസ് ഓഫ് ACH പേയ്മെന്റ്. But to transfer money through ACH network, the users need the name of the bank, the type of the account, bank's ABA routing number, recipient account number. The users can be individual. ഈ യൂസറുകൾ ഇൻഡിവിജ്വൽ ആയിരിക്കാം, ഓർഗനൈസേഷൻസ് ആയിരിക്കാം, ഗവൺമെന്റ് ബോഡികളും ആയിരിക്കാം. ACH ട്രാൻസാക്ഷൻസ് ക്യാൻ ബി എയ്തർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഈ ACH ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കാം. ദ ഒറിജിനേറ്ററിന്റെ ബാങ്ക് ഓൾസോ നോൺ ആസ് ദ ഒറിജിനേറ്റിംഗ് ഡെപ്പോസിറ്ററി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ODFI. ഈ ഒറിജിനേറ്റർ ബാങ്ക് നോൺ ആസ് ദ originating depository financial institution, ODFI, takes the ACH transactions and batches it together with the other ACH transaction to be sent out at regular times throughout the day. അപ്പൊ അതായത് ദിവസം മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് അവിടെ വേറെ കണക്ഷൻ കൊടുക്കുക. ദ റെസിപ്പിയന്റ് ഈസ് കോൾഡ് ദ റിസീവിംഗ് ഡെപ്പോസിറ്ററി. ഈ കൊടുത്ത ആളാണ് റിസീവിംഗ് ഡെപ്പോസിറ്ററി ആയിട്ട് വിളിക്കപ്പെടുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദാനം ചെയ്ത ആള് RDFI. ACH ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ഡയറക്റ്റ് ഡെപ്പോസിറ്റ്, ഈ പോയ ആൾക്ക് ഡയറക്റ്റ് ഡെപ്പോസിറ്റുകൾ ഉണ്ട്. ആൻഡ് ഡയറക്റ്റ് പേയ്മെന്റ് ഇൻക്ലൂഡിംഗ് B2B ട്രാൻസാക്ഷൻ, ബിസിനസ് ടു ബിസിനസ്. ഇപ്പൊ സീമാസിന്ന് മിസ്സി ഡ്രസ് വാങ്ങിച്ചതിന്റെ ഈ തുണി എടുത്തതിന്റെ ഷോളാണ് എന്ന് പറയുന്ന പോലെ. ഗവൺമെന്റ് ട്രാൻസാക്ഷൻസ്, ഇപ്പൊ നമ്മൾ പഠിച്ചപ്പോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പൈസ അടച്ചിട്ടുണ്ടാവും എക്സാമിന്, അതുപോലെ കൺസ്യൂമർ ട്രാൻസാക്ഷൻസ്, ഇപ്പൊ നമ്മൾ കടച്ചെന്ന് പൈസ കൊടുത്ത് മേടിച്ചു എന്നല്ല, അതുപോലത്തെ ട്രാൻസാക്ഷൻ. ഇപ്പൊ ഓട്ടോമേറ്റഡ് ലെഡ്ജർ പോസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ ഓട്ടോമേറ്റഡ് ലെഡ്ജർ സിസ്റ്റം ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ് ടു ദ മിനിറ്റ് ബാലൻസസ് ഇൻ ഓൾ ലെഡ്ജർ അക്കൗണ്ട്, എല്ലാ ലെഡ്ജർ അക്കൗണ്ടിലും whenever data relating to a completed transaction is entered, the system is implemented on a general purpose computer, ഒരു general purpose computerൽ, and includes a predefined data file structure including ledger account data files. ഈ ledger accountന്റെ data files ഉൾപ്പെടെ കൊണ്ടുപോയി വെച്ച് corresponding to the ledger account, ഈ corresponding ആയിട്ടുള്ള ledger account വരുത്തി, and transaction record data files corresponding to transaction journals, transaction വരേണ്ട ജേർണലുകൾ അടിച്ചു കൊടുത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വിളിച്ച് അതിനെ ഉപയോഗിച്ച് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ അലോ ചെയ്ത് മെഷീൻസ് വെച്ച്
വെച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്കർ ആയിട്ടുള്ള റോബോട്ട്സിനെ വെച്ച് കംപ്ലീറ്റ് റിപ്പറ്റേറ്റീവ് വീണ്ടും റിപ്പീറ്റേഷൻ അടിച്ച് ടൈം കൺസ്യൂമിങ് സമയം ചെലവാക്കി ടാസ്ക് ഇൻ ബിസിനസ് പ്രോസസ്സസ് ബിസിനസ്സുകൾ നടത്തി ലൈക്ക് ഡോക്യുമെന്റ് അനാലിസിസ് വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്നു. അൽഗോരിതംസ് ആൻഡ് വോളിയം ഓഫ് ഡാറ്റ ദെൻ നമ്മുടെ അടുത്ത് അൽഗോരിതം വോളിയം ഓഫ് ഡാറ്റ എത്ര മണി ചെലവാക്കി ഇതൊക്കെ ചോദിക്കും. 2 ഫാക്ടേഴ്സ് ദാറ്റ് ഇമ്പാക്ട് ആൻ AI പ്ലാറ്റ്ഫോം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിനെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്തൊക്കെയാ? അൽഗോരിതം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ ഭാഷ ബൈനറി ഭാഷയാണെന്നുള്ളത് 1001 സോഫ്റ്റ്വെയർ ദെൻ ആൻഡ് ദ സോഫിസിക്കേഷൻ ഓഫ് ഇറ്റ്സ് ടെക്നോളജി സൈക്കോളജി അല്ല ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഷ ദ എമൗണ്ട് ഓഫ് ഡാറ്റ ഫോർ ടെസ്റ്റിംഗ് ദ ടെക്നോളജി എത്ര പൈസ ഇതിനു വേണ്ടി കിട്ടി എന്നുള്ളത് ഇതൊക്കെ കൊടുത്തിട്ട് അക്കൗണ്ട് റീകൺസിലിയേഷൻ എന്ത് വയ്ക്കും? റീകൺസിൽ എന്നുള്ളത് ഇങ്ങനെ റീകൺസിൽ റിസിപ്റ്റ്സ് ഏതൊക്കെ സ്വീകരിക്കണം, ഡെബിറ്റിൽ ഏത് പോകണം, ക്രെഡിറ്റിൽ ഏത് പോകണം. അപ്പൊ എങ്ങനെയാ അക്കൗണ്ടിങ്ങിന്റെ നിയമം? കൊമേഴ്സ് അല്ലേ? ഡെബിറ്റ് ദ റിസീവറിന്റെ പൈസ ഡെബിറ്റ്, ക്രെഡിറ്റ് ദ ഗീവർ നന്ന ആൾക്ക് ക്രെഡിറ്റ് ദ ഗീവർ, ദെൻ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അപ്പൊ നമുക്ക് കുറയുന്ന സാധനം ഡെബിറ്റ്, അത് കഴിഞ്ഞ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അപ്പൊ പുറത്തേക്ക് പോകുന്നതിന് ക്രെഡിറ്റ്. ചെക്ക് പേയ്മെന്റ് ചെയ്യുക ഫ്രം ദ കസ്റ്റമർ അഗെയിൻസ്റ്റ് ഇൻവോയ്സസ് കൊടുത്ത ജോലിക്ക് കിട്ടിയ ഇൻവോയ്സസ്. ദെൻ ചെക്ക് പേയ്മെന്റ്സ് ഓൺ അക്കൗണ്ട് അതുപോലെ ഏത് അക്കൗണ്ടിൽ നിന്ന് വന്നു അത് നോക്കണം. ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗീവർ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ചെലവാക്കിയ പൈസ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. അപ്പൊ ക്രെഡിറ്റ് വാട്ട് ഗോ ഡെബിറ്റ് എക്സ്പെൻസസ് ക്രെഡിറ്റ് ഓൾ ഗെയിൻസ് അപ്പൊ നമ്മുടെ ഗെയിൻസ് ഒക്കെ ക്രെഡിറ്റ് ആയി. ചെക്ക് പേയ്മെന്റ്സ് ഓൺ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ. ദെൻ ചെക്ക് ഫോർ ഡ്യൂപ്ലിക്കേറ്റഡ് പേയ്മെന്റ് അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഡ്യൂപ്ലിക്കേറ്റിന് കൊടുക്കുന്ന പേയ്മെന്റ് നോക്കണ്ട. റീകൺസൈൽ എക്സ്പെൻസസ് വേജസ് ഓർ ബിൽസ് നമ്മൾ ഈ റീകൺസൈൽ ആയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് വന്നിരിക്കുന്ന റീകൺസൈൽ ചെയ്യേണ്ടുന്നത് ഏതൊക്കെ എന്നുള്ളത് ഒരു ചോദ്യം വരും. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെക്ക് ഫോർ ഡ്യൂപ്ലിക്കേറ്റഡ് പേയ്മെന്റ് ഏതിനൊക്കെയാണ് നമ്മൾ ചെക്ക് ഫോർ ഡ്യൂപ്ലിക്കേറ്റഡ് പേയ്മെന്റുകൾ എന്തൊക്കെയാ? ഇപ്പൊ പുസ്തകത്തിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ പൈസ എന്ന് പറഞ്ഞ പോലെ റീകൺസിൽ പുസ്തകം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും പൈസ. റീകൺസിൽ എക്സ്പെൻസസ് വേജസ് ഓർ ബിൽസ് അപ്പോ റീകൺസൈല് തിരിച്ച് നമ്മൾ എക്സ്പെൻസസ് വേജസ് ബിൽസ് മുകളിലുള്ളത്. പിന്നെ വാല്യൂ നമുക്ക് ചെയ്യാനുള്ള ബില്ലുകൾ നമുക്ക് കൊടുക്കാനുള്ള ബില്ലുകള് നമുക്ക് കിട്ടേണ്ട ശമ്പളങ്ങള് ചെലവാക്കാണ്ട പിന്നെയുള്ള പൈസകള്. വാലിഡേറ്റ് ലൈൻ ഐറ്റംസ് ഓൺ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് വാലിഡേറ്റ് ചെയ്തിരിക്കുന്നു. ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ഉള്ളത്? റീകൺസൈൽ ജനറൽ ലെഡ്ജർ സോഫ്റ്റ്വെയർ അപ്പൊ ആ പൈസ റീകൺസൈൽ ചെയ്ത് ജനറൽ ലെഡ്ജർ സോഫ്റ്റ്വെയറോട് നമ്മളോട് കൊടുക്കാൻ പറയുന്നു. ഇത്രയാണ് അക്കൗണ്ട് റീകൺസൈൽ ചെയ്ത് ശരിയാക്കി കൊടുക്കൽ. അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി distributed ledger technology a distributed ledger technology is a digital system for recording the transaction ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തതിന് അസറ്റുകൾ in which the transaction details are recorded എന്നുള്ളത് in multiple places ഈ ഒരു മൾട്ടിപ്പിൾ പ്ലേസസിൽ സെയിം ടൈമില് ഒരേ ടൈമില് unlike traditional databases distributed ledgers have no central data store ഇല്ലാത്തതുകൊണ്ട് or administration functionality അവർക്ക് മാത്രം ഒരു ഭരണം സംവിധാനം ഇല്ല അതിന് മാത്രം ഇല്ലാത്തതുകൊണ്ട് all the information on the ledger is securely ledger എന്ന് പറയുന്നത് സെക്യൂർലി നമ്മൾ ചെയ്യണം ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാം യൂസിങ് ക്രിപ്റ്റോഗ്രാഫി ആൻഡ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് കീസ് ആൻഡ് ക്രിപ്റ്റോഗ്രാഫിക് സിഗ്നേച്ചേഴ്സ്. Such a database is consensually shared and synchronized across multiple sites, institutions or geographies accessible by multiple people. പല പല ആളുകൾക്ക് പല പല സൈറ്റുകൾ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻ പല പല ജോഗ്രഫി ഇതിനൊക്കെ ആക്സസ്. The participant at each node of the network can access the recording shared. ഈ പാർട്ടിസിപ്പന്റിന് ഈ റെക്കോർഡിങ്ങുകൾ കിട്ടും ഓരോരോ സ്ഥലത്ത് ഷെയർ ചെയ്തിരിക്കുന്ന റെക്കോർഡിങ്ങുകൾ. എന്നിട്ട് ആ നെറ്റ്വർക്ക് ക്യാൻ ഓൺ ദ ഐഡന്റിക്കൽ കോപ്പി ആ ഐഡന്റിക്കൽ കോപ്പിനെ കൊണ്ട് ഈ പറഞ്ഞ ആൾക്ക് അത് സ്വന്തമായിട്ട് എടുക്കാം. എനി ചേഞ്ചസ് ഓർ അഡീഷൻസ് മെയ്ഡ് ടു ദ ലെഡ്ജർ ആർ റിഫ്ലക്റ്റഡ് എന്ത് ചേഞ്ച് വരുത്താൻ നോക്കിയാലും മാറ്റം വരുത്തുക അഡീഷൻ വരുത്തിയാലും റിഫ്ലക്ട് ചെയ്ത് കൊടുക്കും. ആൻഡ് കോപ്പീഡ് ടു ഓൾ പാർട്ടിസിപ്പൻസ് എല്ലാ ആൾക്കാർക്കും പാർട്ടിസിപ്പൻസിനും കൊടുക്കും. ഇൻ ദ മാറ്റർ ഓഫ് സെക്കൻഡ്സ് ഓർ മിനിറ്റ് സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അത് റിഫ്ലക്ട് ചെയ്ത് കൊടുക്കും.
അഡ്വാൻറ്റേജ്, ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറുകളുടെ അഡ്വാൻറ്റേജ്, റെസിസ്റ്റന്റ് ടു മലീഷ്യസ് ചേഞ്ചസ്, മലീഷ്യസ് ആയിട്ടുള്ള അസുഖങ്ങളോട് റെസിസ്റ്റന്റ് ആണ്. പക്ഷെ ബൈ എ സിംഗിൾ പാർട്ടി ഒരു സിംഗിൾ പാർട്ടി മാത്രം റെസിസ്റ്റന്റ് ആണ്, ചെയ്യുന്നതിനോട് റെസിസ്റ്റന്റ് ആണ്. ആൻഡ് അലോ എക്സ്റ്റെൻസീവ് ട്രാൻസ്പെറൻസി, പുറത്തുനിന്നുള്ള ട്രാൻസ്പെറൻസി വളരെ ക്ലിയർ ആയി ട്രാൻസ്പെറന്റ് ആണ്, അവർക്ക് അലോ ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസീസ് എല്ലാം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസീസ് എല്ലാം കുറയുന്നുണ്ട്. സ്പീഡ് അപ്പ് ദ എമൗണ്ട് ഓഫ് ടൈം ഓഫ് ട്രാൻസാക്ഷൻ, ഇഷ്ടംപോലെ ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോമേറ്റഡ് ആണ്, ഫംഗ്ഷൻ 24/7 വർക്ക് ചെയ്യുന്നുണ്ട്, ഓട്ടോമേറ്റഡ് ആണ്. ഓൾ ദീസ് അവർ തന്നെയാണ്. ഓൾ ദീസ് റെഡ്യൂസ് ഓവറോൾ കോസ്റ്റ്, അത് കോസ്റ്റ് കുറയുന്നുണ്ട്, അവർക്ക് അധികം ചെലവൊന്നും വരുന്നില്ല. പ്രൊവൈഡ് ആൻ ഈസി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, അതുപോലെ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഒന്നും കൊടുത്തിട്ടില്ലേ, ഇൻഫർമേഷൻ ഫ്ലോ ഇങ്ങനെ ഈസി ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഹെൽപ്പ് റിമൂവ് ദ പോസിബിലിറ്റി ഓഫ് ഫ്രോഡുകളൊന്നും വരാതെ, ഉക്കർ ചെയ്യാതെ ഫിനാൻഷ്യൽ ബുക്ക് കമ്പനിയിൽ തന്നെ ഫിനാൻഷ്യൽ ബുക്സ് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണുള്ളത്. യൂസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ക്യാൻ റിവല്യൂഷണൈസ് ഗവൺമെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, കോർപ്പറേഷൻ ഓപ്പറേറ്റ് എല്ലാം കറക്റ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ടാക്സ് കളക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇഷ്യൂവൻസ് ഓഫ് പാസ്പോർട്ട്, റെക്കോർഡിംഗ് ലാൻഡ് രജിസ്ട്രീസ്, ലൈസൻസുകൾ, ഔട്ട്ലേ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്, വോട്ടിംഗ് പ്രൊസീജിയർ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇറ്റ് ഈസ് സ്റ്റിൽ ബീയിങ് എക്സ്പ്ലോർഡ് ഇൻ ഹൗ ടു അഡോപ്റ്റ് ഇറ്റ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ. ഏത് ബെസ്റ്റ് പോസിബിൾ വേയിലാണ് അഡോപ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. ദ ഫ്യൂച്ചർ ഫോർമാറ്റ് ഓഫ് സെഞ്ചുറീസ് ഓൾഡ് ലെഡ്ജേഴ്സ് ആർ ടു ബി ഡീസെൻട്രലൈസ്ഡ്. കൊല്ലങ്ങൾ വന്ന് സെഞ്ചുറീസ് ആയിട്ട് ഇരിക്കുന്ന കുറെ നിയമങ്ങൾ, ലെഡ്ജറുകൾ വികേന്ദ്രീകരണം ചെയ്യണം. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 6ാമത്തെ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നെഫ്റ്റ്, RTGS, ട്രാൻസ്ഫർ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത 7ാമത്തെ ചാപ്റ്റർ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇപ്പൊ ഇത്രയും നിങ്ങൾക്ക് കേട്ടപ്പോ മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇനി അടുത്ത 7ാമത്തെ ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ പഠിക്കുക, എല്ലാവർക്കും എളുപ്പം ഉണ്ടാവട്ടെ പരീക്ഷ. അപ്പൊ അതുപോലെ പഠിക്കുന്ന സമയത്ത് എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇപ്പൊ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇതിൽ ഒറിജിനൽ ആയിട്ടുള്ള സത്യങ്ങളൊക്കെ പഠിക്കുക, ശരിക്കുള്ളതൊക്കെ പഠിക്കുക. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം നമുക്ക് നോക്കാം. ശരി, ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ക്ലിയർ ആവാത്തില്ലാന്ന് തോന്നുന്നു, എല്ലാം മനസ്സിലായിണ്ടാവും അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.